അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബത്ഥ മിൻഹുമാ റിജാലൻ കതീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലുഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറാ. റബ്ബി ഇശ്റഹ് ലീ സുദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ച് അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി സ്വർഗം നേടിയെടുക്കുവാൻ പരമാവധി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. പരിശുദ്ധ റമദാനിൻ്റെ വിലയേറിയ 20 ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് കടന്നുപോയി. 21ാമത്തെ നോമ്പിൻ്റെ മധ്യഭാഗത്താണ് ഞാനും നിങ്ങളും ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധാരാളം ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. രോഗം കൊണ്ടും മറ്റ് പ്രയാസങ്ങൾ കൊണ്ടും നമ്മെപ്പോലെ ആരാധനകളിൽ ഏർപ്പെടാൻ സാധിക്കാതെ വിവിധ തുറകളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ ശേഷിച്ച ദിനരാത്രങ്ങളിൽ സമ്പൂർണ്ണ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെട്ട ജീവിതം നയിക്കുവാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനും സത്യവിശ്വാസികളും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാം എന്നുദ്ദേശിക്കുന്നത്. ആദ്യമായി നേരത്തെ തന്നെ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട ദാനത്തിൻ്റെ വിഷയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. റമളാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളിലും നാം ചെയ്ത മറ്റ് ആരാധനാ കർമ്മങ്ങൾക്കുള്ളതുപോലെ തന്നെ ശ്രേഷ്ഠമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ നാം ചെയ്യുന്ന ദാനധർമ്മത്തിനും അല്ലാഹു നൽകുമെന്ന പ്രത്യാശയോടുകൂടി തന്നെ ഓരോരുത്തരും വളരെ സജീവമായി തന്നെ നേരത്തെ സൂചിപ്പിച്ച നിച്ച് ഓഫ് ട്രൂത്ത് എന്ന പ്രബോധന ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രബോധന സംഘത്തിലെ കൂട്ടായ്മക്ക് വേണ്ടി ദാനം ചെയ്യണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. നിച്ച് ഓഫ് ട്രൂത്തിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സാധാരണ വ്യക്തി ജീവിതത്തിൽ അടങ്ങിയ ദൗത്യം നിർവഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്
റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുഴുവൻ ഹദീസുകളും അത് സ്വഹീഹാണെന്ന് കണ്ടാൽ അതനുസരിച്ചുകൊണ്ട് ജീവിക്കണം, അത് പ്രഖ്യാപിക്കണം, അത് സമൂഹത്തിനെ ഉണർത്തണം എന്ന ചിന്തയോടുകൂടി തന്നെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ചെറു സംഘം, ആ സംഘത്തെ സംബന്ധിച്ചിടത്തോളം 10,000-കണക്കിന് ലഘുലേഖകളും CD-കളും പുസ്തകങ്ങളും തലശ്ശേരിയിൽ ഒരു യൂണിറ്റ് തന്നെ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ്. കാരണം കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലാ പ്രദേശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രബോധന ദൗത്യത്തിൻ്റെ ഒരു സംഘം ഇവിടെ ഉണ്ടായിത്തീരുക എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സംഘം ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കതിൽ എത്രമാത്രം പങ്കാളിത്തം വഹിക്കാൻ സാധിക്കുന്നുവോ അതിൻ്റെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നാം ചെയ്ത ദാനധർമ്മം കാരണത്താൽ അടിക്കപ്പെടുന്ന ഒരു ലഘുലേഖയോ വിതരണം ചെയ്യപ്പെടുന്ന ഒരു CD-യോ അല്ലെങ്കിൽ പുസ്തകമോ അല്ലെങ്കിൽ ആ ദേവാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഭക്ഷണമോ ഏതെങ്കിലും രൂപത്തിൽ നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് ചെലവഴിക്കുവാൻ വേണ്ടി അഥവാ അതിൽ ഉൾപ്പെടുവാൻ വേണ്ടി സാധിച്ചെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നാം കാരണം ആരെങ്കിലും അള്ളാഹുവിൻ്റെ സത്യമാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അവന് നഷ്ടപ്പെടാത്ത രൂപത്തിൽ അതേപടി നമുക്ക് ലഭിക്കുമെന്നുള്ള വചനം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ നമുക്ക് പ്രതിഫലം ലഭിക്കണമെന്നുള്ള ചിന്തയോടുകൂടി തന്നെയായിരിക്കണം പ്രസ്തുത സംരംഭത്തിലേക്ക് ദാനധർമ്മം ചെയ്യേണ്ടത്. നേരത്തെ നിശ്ചയിച്ചു വെച്ച ചില സംഖ്യകൾ മനസ്സിലുണ്ടാവാം. ഇന്ന് പള്ളിയിൽ ചെന്നാൽ ഇത്ര ഉറുപ്പ ഇടണം, ഇന്നലെ ഇത്ര ഇട്ടു എന്നുള്ള നിശ്ചയത്തിനപ്പുറത്ത് ഒരു തിരുത്തിക്കൊണ്ട് വേണം യഥാർത്ഥത്തിൽ ഈ ദാനധർമ്മത്തിലേക്ക് നിങ്ങൾ പങ്കാളികളാകുവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് അത് സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഖുർആനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്ത് എന്ന് അറിയാത്ത ആളുകൾ ആരും എൻ്റെ മുന്നിൽ ഇരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിനെ അള്ളാഹു ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു എന്ന് 2-ാമത്തെ അധ്യായം സൂറ ബഖറ 155-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തെ ശ്രേഷ്ഠമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട് സത്യാസത്യ വിവേചനം ആയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ മാസത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത 2-ാമത്തെ അധ്യായം സൂറ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും. സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്ന ഒരു ഗ്രന്ഥം. ഒരു മനുഷ്യൻ ഒരു ആദർശപരമായ വിഷയത്തിൽ ഉഴലുന്ന ഘട്ടത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അത് അള്ളാഹുവിലേക്ക് ഖുർആനിലേക്ക് മടക്കുവാനാണ് കൽപ്പനയെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അഥവാ ഏത് നിലയിലേക്ക് എത്തണം എന്ന രൂപത്തിൽ അവൻ സംശയിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥ സങ്കേതത്തിലേക്ക് പാളയത്തിലേക്ക് എത്തുവാൻ അവന് സാധിക്കും പരിശുദ്ധ ഖുർആനിലേക്ക് അവൻ തിരിഞ്ഞു നോക്കിയെങ്കിൽ. അത്തരത്തിലുള്ള ഒരു ഖുർആനിന്റെ ഉടമകളാണ് യഥാർത്ഥത്തിൽ നാം. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിന്റെ അവതരണ പശ്ചാത്തലം ഒരു റമദാൻ മാസത്തിലാണെന്നും ആദ്യത്തെ അധ്യായം 96-ാമത്തെ അധ്യായം സൂറത്തു അലക്കിലെ 1 മുതൽ 5-ാമത്തെ വചനങ്ങളാണെന്നും അത് അവതരിച്ച് കിട്ടുന്ന രംഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്നും അത് ദൂരീകരിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുമുള്ള വിഷയങ്ങൾ നമുക്ക് ഏവർക്കും അറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് ഖുർആനിലൂടെ പരിചയപ്പെടുത്തി 10-ാമത്തെ അധ്യായം സൂറ യൂനുസിലെ 57-ാമത്തെ ആയത്തിൽ മനുഷ്യർക്ക് വേണ്ടിയാണ് ഖുർആൻ അല്ലാഹു പ്രഖ്യാപിച്ചു. യാ അയ്യുഹൻ നാസ് എന്നാണ് അല്ലാഹു വിളിച്ചത്. യാ അയ്യുഹൻ നാസ് ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉ ലിമാ ഫി സുദൂരി വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന് 10-ാമത്തെ അധ്യായം സൂറ യൂനുസിലെ 57-ാമത്തെ ആയത്തിൽ 58-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നത് അല്ലാഹു തന്നെ പറയുന്നത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക വൽയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊന എന്നാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിനെ ഇറക്കി തന്നിട്ട് ആ ഖുർആനിനെ കുറിച്ച് അല്ലാഹു വിശദീകരിച്ചു. ഇത് മൗഉലത്താണ്, സതുപദേശമാണ്. ജനങ്ങളുടെ രക്ഷിതാവിനുള്ള സതുപദേശമാണ്. അല്ലാഹുവാണ് സൃഷ്ടാവെന്ന് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരലോക മോക്ഷത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യണം, നാളെ ഏതു മാർഗത്തിലൂടെ സഞ്ചരിക്കണം എന്ന് തപ്പിത്തടഞ്ഞ് ഒഴിഞ്ഞു നിൽക്കേണ്ടതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രഖ്യാപിച്ചു,
ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു സതുപദേശം വന്നെത്തിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയായിട്ടാണ് അള്ളാഹു അത് വിശദീകരിച്ചതെങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങളെന്ന് ധരിക്കുന്ന ആളുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സന്തോഷ വാർത്ത പരിപൂർണമായി ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കണം. മാത്രമല്ല വശിഫാഉൽ ലിമാ ഫി സുദൂർ, ഹൃദയങ്ങൾക്ക് ശമനമാണ്. യഥാർത്ഥത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് അത് ശരീരത്തിൽ ഊതി ദേഹമാസകലം തടവി ആ ഒരു പ്രക്രിയ നടത്തി അങ്ങനെ ഒരു സമാധാനം അള്ളാഹുവിന്റെ കലാമ കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് അതിനു വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയത് എന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല ബബുസ്സറാലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്തയാണ്. ഖദ് ജാഅത്തുകും മൗലത്തും മിർ റബ്ബിക്കും വശിഫാഉൽ ലിമാ ഫി സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യമായി കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് എങ്കിൽ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് പരിശോധിച്ച് നോക്കണം. ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ വല്ല മാനസാന്തരങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ടോ, വല്ല പരിവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പരിശോധിച്ച് നോക്കണം. സാധാരണഗതിയിൽ ജനങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് എത്രമാത്രം കാലഘട്ടം മുന്നോട്ട് പുരോഗമിച്ചു കഴിഞ്ഞാലും ഒരാവർത്തി ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു മഹാദൗത്യമായി കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഒരു ആവറേജ് യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു പരിശുദ്ധ റമദാൻ തിരിച്ച് സമാഗതമാകുമ്പോൾ സ്വാഭാവികമായും അവന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു തേട്ടം, ഇൻഷാ അല്ലാഹ് ഇക്കൊല്ലം ഒരാവർത്തിയെങ്കിലും പരിശുദ്ധ ഖുർആൻ ഒന്ന് ഓതി തീർക്കണമെന്ന്. ചിലപ്പോൾ കയ്യും കാലും കുടഞ്ഞിട്ടൊക്കെ അവൻ പ്രതിജ്ഞ എടുത്തേക്കാം. ഇൻഷാ അല്ലാഹ് സാധാരണ കൊല്ലം പോലെയുള്ള ഒരു കൊല്ലമാവുകയില്ല, എന്തായാലും എന്റെ ജീവിതത്തിൽ ഒരു ആവർത്തി ഞാൻ പൂർത്തിയാക്കും എന്ന് പ്രതിജ്ഞയെടുത്ത പലരുടെയും ജീവിതം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യത്തെ ദിനരാത്രങ്ങൾ കഴിഞ്ഞുകൂടുമ്പോൾ അവൻ ഏകദേശം ഉത്സാഹം കാണിക്കുകയും ദിനരാത്രങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി മാറ്റപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിൽ നിന്ന് വേണ്ടത്ര പുരോഗമനം ഖുർആനിന്റെ പാരായണത്തിൽ ഇല്ലാതിരിക്കുകയും അവസാന റമളാനിന്റെ 20 എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 25 എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ യുവാവ് ചിന്തിച്ചേക്കാം, ഇത്രയല്ല ആയുള്ളൂ, 5 അധ്യായങ്ങളിലെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ 5 ജുസുവല്ലേ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളൂ, ഇൻഷാ അല്ലാഹ് ഇക്കൊല്ലം ഇങ്ങനെ പോകട്ടെ, അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ഇൻഷാ അല്ലാഹ് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ സമൂഹത്തിൽ പലപ്പോഴും കാണാൻ സാധിക്കും. പരിശോധിച്ചാൽ അത് കണ്ടെത്താൻ സാധിക്കും. ചില സുഹൃത്തുക്കൾ, അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന പ്രവർത്തകരായിരുന്ന ചില സുഹൃത്തുക്കൾ എന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. റമദാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഭൗതിക ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ അകറ്റുവാൻ വേണ്ടി ധാരാളം പരിശ്രമങ്ങൾ ആവശ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഖുർആനിന്റെ പാരായണത്തിലോ അത് പഠിക്കുന്നതിലോ വേണ്ടത്ര ശ്രദ്ധയില്ലാത്ത ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, തീരുല, ഇക്കൊല്ലം തീരുമെന്ന് തോന്നുന്നില്ല, ഇക്കൊല്ലവും തീരുമെന്ന് തോന്നുന്നില്ല. അതിനർത്ഥം കഴിഞ്ഞ കൊല്ലം തീർന്നിട്ടില്ല. ഇക്കൊല്ലം തീരുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം തീർന്നിട്ടില്ല, ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഇത് തീരും എന്നൊരു പ്രഖ്യാപനത്തോടു കൂടിയാണ് വീണ്ടും മുന്നോട്ട് പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ നയമല്ല ഖുർആനിനെ കുറിച്ച് സ്വീകരിക്കേണ്ടത്. കാരണം ഖുർആനിനെ കുറിച്ച് ഞാനും നിങ്ങളും തിരിച്ചു വെച്ചിരിക്കുന്നത് ഈ ചട്ടക്കൂടിൽ അടക്കം ചെയ്യപ്പെട്ട 6000 ചില്ലാനം ആയത്തുകൾ അടങ്ങിയ ഒരു ഗ്രന്ഥം എന്ന നിലക്ക് അത് അള്ളാഹുവിൽ നിന്നാണ്, അത് ശരിയാണ്. പക്ഷെ അത് പണ്ഡിതന്മാർക്കും അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളും കൈകാര്യം ചെയ്യുക എന്നല്ലാതെ സാധാരണക്കാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ ഒരു ആവർത്തി വായിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ, എന്നെ കൊണ്ടൊന്നും അത് തലയിലേറ്റാൻ സാധിക്കില്ല എന്നല്ല യഥാർത്ഥത്തിൽ കരുതേണ്ടത്. കാരണം അത് റബ്ബിന്റെ വചനമാണ്, അള്ളാഹുവിന്റെ വചനമാണ്. ലോക സൃഷ്ടാവായ നമ്മെ സൃഷ്ടിച്ച, ഭൂമുഖത്തുള്ള സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച, എല്ലാറ്റിനെയും പരിപാലിക്കുന്ന, എല്ലാറ്റിനെയും സംരക്ഷിക്കുന്ന രക്ഷിതാവിന്റെ കൽപ്പനകളാണ് യഥാർത്ഥത്തിൽ ഖുർആൻ എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ചെന്ന് വിരൽ കടിക്കുന്ന രംഗത്തെക്കുറിച്ച് 25-ാമത്തെ അധ്യായം സൂറ ഫുർഖാനിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, യൗമ യഗല്ലുൽ ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം യത്തഖിദ് ഫുലാൻ ഖലീല ലഖദ് അളലനി ബഅദ ഇദ് ജാഅനി എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് വരുന്ന ആയത്തുകൾ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ദൂതന്റെ കൂടെ ഒരു മാർഗം സ്വീകരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, ഇന്നവനെ ചങ്ങാതിയാക്കാതിരുന്നുവെങ്കിൽ, ഇവൻ എനിക്ക് സന്മാർഗം ലഭിച്ചതിന് ശേഷം ഇവൻ എന്നെ പിഴപ്പിച്ചു എന്ന് പിശാചിനെ ആക്ഷേപിക്കുന്ന രംഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ ഖുർആനിന്റെ അനന്തരാവകാശികളായി അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അഥവാ ഗർഭാശയത്തിൽ നിന്ന് ഒരു മുസ്ലിമായ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് നാമം കൊണ്ട് മുസ്ലിമായ ഒരു പിതാവിന്റെ ഇന്ദ്രിയത്തുള്ളിലൂടെ ഒരു കുഞ്ഞായി നമുക്ക് ജന്മം നൽകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല
തൗഫീക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടാവിന്റെ പടച്ച തമ്പുരാന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചുകൊണ്ട് പഠിച്ചു മനസ്സിലാക്കേണ്ട നമ്മെ സംബന്ധിച്ചിടത്തോളം യഹൂദികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മോട് പറഞ്ഞു, ഇത് അനന്തരാവകാശമായി നാം തെരഞ്ഞെടുത്ത അടിയാന്മാർക്ക് നൽകിയിരിക്കുന്നു എന്ന്. 35-ാമത്തെ അധ്യായം സൂറ ഫാത്തിറിലെ 32-ാമത്തെ ആയത്തിൽ ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات എന്ന ആയത്തുകൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അള്ളാഹു തെരഞ്ഞെടുത്ത അള്ളാഹുവിന്റെ അടിയാന്മാർക്ക് പരിശുദ്ധ ഖുർആനിന്റെ അനന്തരാവകാശം നൽകിയെങ്കിൽ, അനന്തരാവകാശമായി സ്വത്തെങ്ങാനും നമുക്ക് ലഭിച്ചാൽ ആ സ്വത്തിനെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് വാപ്പയിൽ നിന്ന് ലഭിച്ച സ്വത്താണ്, അത് ഞാൻ നശിപ്പിക്കേണ്ടതില്ല. അത് അമ്മാവനിൽ നിന്ന് ലഭിച്ച സ്വത്താണ്, അത് ഞാൻ നശിപ്പിക്കാൻ പാടില്ല. അത് തറവാട്ടുകാർക്ക് കിട്ടിയ സ്വത്താണ്, അത് ഞാൻ നശിപ്പിക്കാൻ പാടില്ല എന്ന ചിന്തയോടുകൂടി, അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും നമ്മോട് നിർദ്ദേശിക്കുമ്പോൾ ആ നിർദ്ദേശത്തിനനുസരിച്ചുകൊണ്ട് ആ ഭൗതിക സ്വത്തുക്കൾ സംരക്ഷിക്കുവാൻ വേണ്ടി എത്രമാത്രം ഞാനും നിങ്ങളും പാടുപെട്ടുകൊണ്ടിരിക്കുന്നുവോ അതിനേക്കാൾ ഭയാനകമായി അനന്തരാവകാശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ അനന്തരാവകാശം നമുക്ക് നൽകിയെങ്കിൽ ഈ ഖുർആനോടുള്ള നമ്മുടെ പ്രതിബദ്ധത എത്രയുണ്ട് ഈ ജീവിച്ച കാലഘട്ടം വരെ എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഖുർആൻ കൊണ്ട് നമുക്കത് മാറ്റമുണ്ടായി ഇല്ലേ? ഖുർആൻ നാം ഓതിയിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് വസ്തുത. പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാഹ് തുടർന്നു വരുന്ന നിമിഷങ്ങളിൽ നമുക്കത് ചർച്ച ചെയ്യാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനും സത്യവിശ്വാസികളും തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്നുള്ളതാണ് വിഷയത്തിന്റെ അടിസ്ഥാനം. ഖുർആനും സത്യവിശ്വാസികൾ തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഖുർആൻ ആർക്കാണ് അത് റഹ്മത്ത്, ആർക്കാണത് മാർഗദർശനം? നട്ടം തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു വിഷയത്തെക്കുറിച്ച് തനിക്ക് ബോധ്യപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ ഖുർആനിന്റെ അധ്യാപനങ്ങളിലേക്ക് കൂടി പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് തന്റെ വിഷയത്തിന്, സംശയത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഖുർആനിന്റെ കൽപ്പനയെങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥയിൽ ഖുർആനിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു പരിഗണന നൽകാൻ ണ്ടെന്ന് പരിശോധിച്ചു നോക്കണം. കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ ആദ്യ ഭാഗങ്ങൾ അവതരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ചത് വഅൻദിർ അശീറതകൽ അഖറബീൻ, നിന്റെ അടുത്ത ബന്ധുക്കളോട് നീ താക്കീത് ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഓതിക്കൊണ്ട് താക്കീത് ചെയ്യുക എന്ന് അല്ലാഹു പ്രവാചകനോട് ഉപദേശിച്ചെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉപദേശം കേൾക്കുവാൻ നാം തയ്യാറായിട്ടുണ്ടോ? കേട്ട ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നാം തയ്യാറായിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു നോക്കേണ്ട കാലവും അതിക്രമിച്ചിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഖുർആൻ? സാധാരണ പഴയ കുടുംബത്തിലൊക്കെ ചില കാരണവന്മാരുണ്ടാവും, ഇപ്പോഴും ചില കുടുംബത്തിൽ കാരണവന്മാരുണ്ടാവും. കാരണവന്മാരെ സംബന്ധിച്ചിടത്തോളം മക്കത്തായ സമ്പ്രദായം ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കാരണവന്മാർക്ക് വില നൽകുന്ന കുടുംബവും ഇന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള കാരണവന്മാർ ഏതെങ്കിലും ഒരു വിശിഷ്ട ദിവസങ്ങളിൽ വീട്ടിൽ വന്നിട്ട് നമ്മോട് എന്തെങ്കിലും നിർദ്ദേശം പറഞ്ഞാൽ അത് അമ്മാവനാണ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ആറ്റയാണ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ദുഃഖയാണ്, വലിയക്കയാണ്, ചെറിയക്കയാണ്, ഇങ്ങനെ ഓരോ നാട്ടിനനുസരിച്ച് കൊണ്ട് കാരണവന്മാർക്ക് ചില സ്ഥാനം നൽകാറുണ്ട്. ഈ കാരണവന്മാരുടെ വാക്കിന് വില നൽകുന്ന അത്ര അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിനെ ഞാനും നിങ്ങളും വില നൽകിയിട്ടുണ്ടെന്ന് പരിശോധിച്ച് നോക്കണം. ഈ കാരണവന്മാർ സാധാരണഗതിയിൽ വാപ്പാന്റെ വാക്കിന് വില നൽകിയിട്ടില്ലെങ്കിലും അമ്മാവന്റെ വാക്കിന് വില നൽകണമെന്നാണ് മാപ്പിള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ. നേരത്തെ വാപ്പാന്റെ വാക്കിന് വില നൽകിയിട്ടില്ലെങ്കിലും വാപ്പാനോട് കയർത്തു നിൽക്കുന്ന സമയത്ത് അമ്മാവൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട് ശ്മശാന മുഖമാണ്. കാരണം അമ്മാവന വരുന്നത് തന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, തനിക്ക് ജന്മം കൊള്ളുവാൻ വേണ്ടി കാരണക്കാരനായി തിരിക്കുക തന്റെ മാപ്പാനോട് കയർത്താലും ഒരു കാരണവുമില്ലാതെ വെറും നിയന്ത്രണം മാത്രം അവകാശമാക്കി കൊണ്ടു നടക്കുന്ന ഒരമ്മാവന്മാർ അത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ അമ്മാവന്റെ വാക്കിന് വില നൽകുന്ന ഒരു വർത്തമാനത്തിന്റെ വിലയെങ്കിലും അള്ളാഹുവിന്റെ കലാമിന് നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് അവസ്ഥയിൽ ജീവിച്ച, തോന്നിവാസികളായി ജീവിച്ച, പിൽക്കാലത്ത് സ്വഹാബത്തായി മാറിയ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അള്ളാഹു പ്രഖ്യാപിച്ച ആളുകളെ കുറിച്ച് അവർക്ക് ഉണ്ടാക്കിയെടുത്ത പരിവർത്തനത്തിന്റെ മാറ്റത്തിന്റെ കാരണം അത് പരിശുദ്ധ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയ ഒരു വടി പോലെ ഒരു മൊയ്ജിസത്തായി അള്ളാഹു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ മൊയ്ജിസത്താണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഓതിക്കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന് മാറ്റം വരുത്തുവാൻ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചതെന്ന് ഖുർആനിന്റെ ആശയങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും.
നേരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിലേക്ക് വരുമ്പോൾ ആ സമൂഹത്തിന്റെ അവസ്ഥ മദ്യത്തിന് അടിമപ്പെട്ടവരായിരുന്നു, മദിരാക്ഷിക്ക് അടിമപ്പെട്ടവരായിരുന്നു, പലിശയിൽ അടങ്ങിയ ജീവിതം നയിച്ചവരായിരുന്നു, യാതൊരുവിധ ന്യായവും നോക്കാത്ത ആളുകളായിരുന്നു. എന്നാൽ അത്തരം ആളുകളെ ഖുർആനിന്റെ ആയത്തുകൾ അതാത് ഘട്ടത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുത്ത് അവരെ കേൾപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി പല ആളുകൾക്കും മാറ്റമുണ്ടായി എന്ന് ഖുർആനും ഹദീസും പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധുവായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് ആരെങ്കിലും പലിശ കൊടുക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് വിശ്വാസം കൊടുത്തിരുന്ന സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പലിശയിൽ നിന്നവർ പിന്മാറി എന്നാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആണാവട്ടെ പെണ്ണാവട്ടെ പലിശയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. വൻപാപങ്ങളിൽ ഒന്നായി എണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലിശയെ സംബന്ധിച്ചിടത്തോളം ഈ പലിശയുടെ കൊടുക്കലും വാങ്ങലുകളിലും നമുക്ക് എത്രമാത്രം വലുത് മാറി നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് ഖുർആനിന്റെ വക്താക്കൾ എന്നാണ് നാം പറയാം. അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിച്ച പ്രമാണങ്ങൾ ഖുർആനും ഹദീസുമാണെന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആൻ പ്രഖ്യാപിക്കുന്ന പലിശ എന്ന നിഷിദ്ധമാക്കിയ വസ്തു, ആ വസ്തുവിനോട് കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് മുസ്ലിം സമൂഹത്തിന് മോചനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. പല സുഹൃത്തുക്കളും പറഞ്ഞേക്കാം ഈ ബാങ്കിങ് ഇല്ലാത്ത ഒരു ഏർപ്പാട് എന്തായാലും നടക്കൂല. ശരിയാണ്, ബാങ്കിങ് ഇല്ലാത്ത ഒരു ഏർപ്പാട് നടക്കൂല. പക്ഷെ ബാങ്കിനോട് വാങ്ങണമെന്നാരും പറഞ്ഞിട്ടില്ല. ബാങ്കിങ് ഇല്ലാത്ത പൈസ കയ്യിൽ സൂക്ഷിക്കാൻ സാധിക്കൂല. നാട്ടിലാകെ കൊള്ളയും കൊലയും അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരത്തിലൊരു ഘട്ടത്തിൽ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് നമുക്ക് ഒരു പോംവഴി എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ആരും എതിരില്ല. എന്നാൽ ഓരോ ഡെപ്പോസിറ്റ് അത് തുടങ്ങുമ്പോഴും അത് ഒടുക്കത്തിൽ അത് വളർന്നു വരുമ്പോഴും അതിന്റെ ഇടയിൽ കയറിക്കൂടിക്കൊണ്ടിരിക്കുന്ന മോശമായ ഒരു സാധനമുണ്ട് പലിശ. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ച് നോക്കണം. ഇന്നത്തെ ബാങ്കിങ് സംവിധാനത്തെ കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി ക്യാപിറ്റൽ എത്ര, ഇൻട്രസ്റ്റ് എത്ര കൃത്യമായ ഒരാൾക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. ഈ ഇൻട്രസ്റ്റ് തന്റെ മുതലിന്റെ കൂടെ കൂടിക്കലരാതിരിക്കുവാൻ വേണ്ടി എത്ര ആളുകൾക്ക് പരിശ്രമിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പരിശോധിച്ച് നോക്കുക. ഈ ഇൻട്രസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണമെന്ന ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ തയ്യാറാവാത്ത ആളുകളും മുസ്ലിം ലോകത്ത് കാണാൻ സാധിക്കും. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രോവിഡന്റ് ഫണ്ട് എന്ന ആനുകൂല്യത്തിൽ എല്ലാ വർഷവും എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന പലിശയുടെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അത് ഈ കൊല്ലത്തെ പലിശ അവർ മാറ്റിവെച്ച് എന്തെങ്കിലും ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ അത് രേഖപ്പെടുത്തി ഇത്ര ഉറുപ്പികയാണെന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും ഈ മുതലും ഈ പലിശയും കൂടി ചേർന്നിട്ടായിരിക്കും അടുത്ത ക്യാപിറ്റൽ വരിക എന്നുള്ള ദുരവസ്ഥ ഞാനും നിങ്ങളും ആലോചിച്ച് നോക്കണം. നമുക്ക് ഖുർആൻ ആയത്ത് കേട്ടിട്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് കേട്ടിട്ട് പലിശയില്ലാത്തൊരു ജീവിതം നമുക്ക് നയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ച് നോക്കണം. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ സഹോദരിമാർ അവലംബിക്കുക ബാങ്കിനെയാണ്. പൊന്നെടുത്തുകൊണ്ട് ബാങ്കിൽ വെച്ച് ബാങ്കിൽ നിന്ന് കിട്ടുന്ന പൈസയും വാങ്ങി ആവശ്യങ്ങൾ തീർക്കുകയും, എന്നാൽ സാധാരണഗതിയിൽ അവർ പറയുന്നൊരു വർത്തമാനം അത് ബാങ്കിൽ വെച്ചാൽ തീർന്നു പോകൂല, വിറ്റ് കഴിഞ്ഞാൽ പിന്നെ വാങ്ങാൻ സാധിക്കൂല എന്നുള്ളതാണ്. തീരുമാനവും വിധിയും ഒക്കെ ന്യായവും വിധിയും ഒക്കെ ഒരാൾ തന്നെയാണ് നടത്തുന്നത് എന്നുള്ള ദുരവസ്ഥ മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഉണ്ടാക്കിയ മാറ്റങ്ങളുടെ ലിസ്റ്റ് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഒന്നാണ് പലിശ സമ്പ്രദായം. പലിശയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ആയത്ത് ഉദ്ധരിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു മാത്രമാണ് ആരാധ്യനെന്ന് പ്രഖ്യാപിക്കാൻ സാധിച്ച വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ നിന്ന് മോശമായ വിഷയങ്ങളൊന്നും ഉപേക്ഷിക്കുവാൻ വേണ്ടി അവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നാമും പലപ്പോഴും പറയും ഖുർആനിന്റെ സുന്നത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയും പലരുടെയും സ്വകാര്യ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ അത് പലിശ അധിഷ്ഠിതമായിരിക്കും. കച്ചവടത്തിൽ ബാങ്കിന്റെ ലോൺ ഉണ്ടാവും. അത് ഹൈപ്പോത്തിക്കേഷനെ സംബന്ധിച്ചിടത്തോളം അവർ ആളുകൾ കാണാതിരിക്കുവാൻ വേണ്ടി ഹൈപ്പോത്തിക്കേഷൻ അടങ്ങിയ ആ സ്റ്റിക്കർ അത് ചിലപ്പോൾ ഏതെങ്കിലും ഷെൽഫിന്റെ പിന്നിലായിരിക്കും വെക്കുക. ആരെങ്കിലും ബാങ്കിന്റെ ആളുകൾ പരിശോധനയ്ക്ക് വരുമ്പോൾ അതൊന്ന് വെളിച്ചത്ത് കൊണ്ടുവരികയും നിങ്ങളുടെ ഉടമസ്ഥതയിലാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നത് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഹറാമായ വസ്തുക്കൾ കൊണ്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിനസ് സുഹ്തി വകുല്ലു ലഹ്മിൻ നബത മിനസ് സുഹ്തി കാനത്തിൻ നാറു ഔലാ ബിഹി. മലീമസമായ മോശമായ വസ്തുക്കൾ കൊണ്ട് വളർന്നുണ്ടാകുന്ന മാംസമൊന്നും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, അതിന് ഏറ്റവും യോജ്യമായത് നരകമാണ് എന്ന്
പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലിശയില്ലാത്ത ഒരു രംഗം ഉണ്ടായിട്ടുണ്ടെന്ന് പരിശോധിച്ച് നോക്കണം. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് ഓടിയെടുക്കുക എന്നുള്ളതാണ്. ഓടിയും കൊണ്ട് ഓടുകയാണ് പലപ്പോഴും പലരും. ആ ഓടിയും കൊണ്ട് ഓടിയിട്ട് അവസാനം ഓട്ടത്തിന് അതിര് വരാത്ത ഒരവസ്ഥയിലാണ് പലപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ബർക്കത്തും കിട്ടൂല. കാരണം ഖുർആൻ പറഞ്ഞു, അള്ളാഹു പലിശയെ ക്ഷയിപ്പിക്കുന്നു, ദാനധർമ്മത്തെ പരിപോഷിപ്പിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദാനധർമ്മമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കാരക്കയാണ് ദാനം ചെയ്യുന്നതെങ്കിലും ഒരു കുതിരക്കുട്ടിയെ നാം എത്രമാത്രം പരിപോഷിപ്പിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നുവോ അത്രമാത്രം പരിലാളനയോടുകൂടി നാം ചെയ്ത ദാനധർമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തി മലകളോളം വലിപ്പത്തിൽ നമുക്ക് നാളെ പരലോകത്ത് കാണിച്ചു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന പലിശയുടെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ ഖുർആൻ കൊണ്ട് നമുക്കുണ്ടായ മാറ്റം എന്ത് എന്ന് നാം പരിശോധിച്ച് നോക്കണം. മദ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം ആളുകളില്ലെങ്കിലും ന്യൂനപക്ഷം ആളുകളെങ്കിലും മാപ്പിളമാർ എന്നു പേരുള്ള ആളുകളും മദ്യത്തിന് അടിമപ്പെട്ടവരാണ്. സ്വകാര്യമായി എൻ്റെ ഒരു ബഹുമാന്യ സുഹൃത്ത് ഒരു മദ്രസ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ ഒരു ആശംസാ പ്രസംഗത്തിൽ സൂചിപ്പിച്ച അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം ഈ ലോകത്ത് വിട പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് മൗഫറത്ത് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാട്ടിൽ ചില ആളുകളുണ്ട്, അവർ എശാ ജമാഅത്ത് വരെ കൃത്യമായി എശാ നമസ്കാരം വരെ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുകയും എന്നാൽ അവർ എശാ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ കയറി ഒരു യാത്രയാണ് അടുത്ത ദർഗ സന്ദർശിക്കാൻ. ഏതാ ദർഗ? അതൊരു ബാർ. അവിടെ ചെന്നിട്ട് അല്പം ഫിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ വീട്ടിലേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന ദുരവസ്ഥയാണ് ഇന്ന് മുസ്ലിം ലോകത്ത് കാണാൻ സാധിക്കുന്നത്. പല വിവാഹ വേളകളിലും ഈ മദ്യം വിളമ്പുന്നത് കാണാൻ സാധിക്കും. അമുസ്ലിങ്ങളായ സുഹൃത്തുക്കൾക്ക് വേണ്ടി സ്വകാര്യമായി മദ്യത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന മുസ്ലിം കുടുംബങ്ങളെയും കാണാൻ സാധിക്കും. ഇത്തരത്തിലാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകൾ ജീവിക്കുന്നതെങ്കിൽ ഈ ഖുർആൻ കൊണ്ട് മക്കാ മുശ്രിക്കുകൾക്കുണ്ടായ മാറ്റം നമുക്കുണ്ടായിട്ടില്ല എന്ന് വേണം ഞാൻ നിങ്ങളും വിലയിരുത്തുവാൻ വേണ്ടി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ സാധിക്കും. അള്ളാഹുവേ, ഞങ്ങൾക്ക് കള്ളിനെ പറ്റി മനസ്സമാധാനം നൽകുന്ന ഒരു വിവരണം നൽകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. കാരണം അത് ധനത്തെയും ബുദ്ധിയെയും നശിപ്പിക്കുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിന്റെ യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബർ മിൻ നഫ്ഇഹിമാ എന്ന രണ്ടാമത്തെ അധ്യായം സൂറ ബഖറയിലെ 219-ാമത്തെ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തു. യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, അവർ നിന്നോട് കള്ളിനെ കുറിച്ച് ചൂതാട്ടത്തെ കുറിച്ച് ചോദിക്കുന്നു. പറയുക പ്രവാചകരെ, ഫീഹിമാ ഇസ്മുൻ കബീർ, അത് രണ്ടിലും അത് വമ്പിച്ച തിന്മ കിടക്കുന്നുണ്ട്. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് അതിൽ ഉപകാരമുണ്ട്. വഇസ്മുഹുമാ അക്ബർ മിൻ നഫ്ഇഹിമാ, അതിൽ ഉപകാരത്തെക്കാൾ ഏറ്റവും വലുത് അതിലെ തിന്മയാണ്, പാപമാണ് എന്ന് വിവരിച്ചു കൊടുക്കുക പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും നേരത്തെ പറഞ്ഞ വർത്തമാനങ്ങൾ വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ അവതരിച്ചു 4-ാമത്തെ അധ്യായം സൂറത്ത് നിസായിലെ 43-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാരാ ഹത്താ തഅലമൂ മാ തഖൂലൂന, നിങ്ങൾ ലഹരിയിലായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്ത രൂപത്തിൽ നിങ്ങൾ ലഹരിയിലായിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കരുത് എന്ന ആയത്ത് അവതരിച്ചു. യഥാർത്ഥത്തിൽ ലാ തഖറബു സ്വലാത്ത വഅൻതും സുകാര, ആദ്യം ഉമറുല്ലാഹു ആവശ്യപ്പെട്ടപ്പോൾ കളിനെ കുറിച്ച് ചൂതാട്ടത്തെ കുറിച്ചും അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു ഇറക്കി കൊടുത്ത മറുപടി അതിൽ ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണെന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ, ഈ ആയത്ത് അവതരിച്ച കാലഘട്ടത്തിൽ അന്ന് സ്വഹാബികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അതായത് ഇസ്ലാം മതം ഉൾക്കൊള്ളുന്ന ആളുകൾ പോലും അന്ന് അല്പം മദ്യപിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് പോവുകയും അതിന്റെ കുഴപ്പങ്ങൾ അവർ കാണിക്കുകയും ചെയ്തു. അത്തരം ഘട്ടത്തിലാണ് ഒരു കുഴപ്പവുമില്ലാത്ത രൂപത്തിൽ ഈ മദ്യത്തെ കുറിച്ച് എനിക്കൊന്ന് അറിയിച്ചു തരണമെന്നുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാര, നിങ്ങൾ ലഹരിയിലായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. വീണ്ടും അദ്ദേഹം ഇതേ നേരത്തെ പറഞ്ഞ കളിനെ കുറിച്ച് മനസ്സമാധാനം നൽകുന്ന ഒരു വചനം, ഒരു വിവരണം നൽകണമേ എന്ന് വീണ്ടും അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഇറങ്ങി ആ മദ്യത്തെ സംബന്ധിച്ചുള്ള അവസാനത്തെ 2 ആയത്തുകൾ, 5-ാമത്തെ അധ്യായം സൂറ മാഇദയിലെ 90-91 ആയത്തുകൾ. അതോടുകൂടി എല്ലാവരും മദ്യം നിർത്തി എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ,
നിശ്ചയമായും കള്ളിലും ചൂതാട്ടത്തിലും വൽ അൻസാബ് പ്രതിഷ്ഠകളിലും വൽ അസ്ലാമോ അമ്പുകളിലും റിജ്സും മിൻ അമലി ശൈത്താൻ പിശാചിന്റെ മോശമായ കൈകടത്തലുകളുണ്ട്, ദുർബോധനങ്ങളുണ്ട്. അതുകൊണ്ട് ഫജ്തനിബൂഹു നിങ്ങൾ അതിനെ വർജിക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയികളാകുവാൻ വേണ്ടി. അള്ളാഹു പറഞ്ഞു മദ്യത്തെ ഉപേക്ഷിക്കണം, അതുപോലെ ചൂതാട്ടത്തെ ഉപേക്ഷിക്കണം, അതുപോലെ തന്നെയും അമ്പുപോലിനെ ഉപേക്ഷിക്കണം, അതുപോലെ പ്രതിഷ്ഠകൾക്ക് ആരാധനകൾ അർപ്പിക്കുന്നതിനെ ഉപേക്ഷിക്കണം. ഇതെല്ലാം പിശാചിന്റെ പ്രവൃത്തികളിൽപ്പെട്ടതാണ്. നിങ്ങൾ വിജയികളാകുവാൻ വേണ്ടി നിങ്ങളത് ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള വചനമിറങ്ങി. യഥാർത്ഥത്തിൽ സാന്ദർഭികമായി ഒരു വിഷയം അവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കള്ളിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു എടുത്തു പറഞ്ഞതാണ് ചൂതാട്ടം. സാധാരണ ചില സമ്പന്ന കുടുംബത്തിലൊക്കെ ടൈം പാസിന് വേണ്ടി ചൂതാട്ടം നടത്താറുണ്ട്. അത് വാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്നു കൊണ്ട് ചീട്ട് കളിക്കുന്ന കുടുംബങ്ങളും ചിലപ്പോൾ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലും പരിശോധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. ടൈം പാസിന് വേണ്ടി, അല്ലെങ്കിൽ ഉമ്മയും മക്കളും, കാരണം വരുമാനം നൽകിക്കൊണ്ടിരിക്കുന്ന ഭർത്താവാണ്, അത് വിദേശത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു, ജീവിതം അടിച്ചു പൊളിക്കുന്നു, വീട്ടിൽ ധാരാളം സർവന്റുമാരുണ്ട്, ഭക്ഷണം യഥാസമയം സമയത്ത് മേശയുടെ മേൽ വരും, നമുക്കൊരു പണിയുമില്ല, എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വീട്ടിൽ ലഭ്യമാണ്, എല്ലാം അതിന്റെ പ്രവൃത്തികൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ടൈം പാസിന് വേണ്ടി അല്പം ചൂത് കളിക്കാം, ചൂതാട്ടം നടത്താം എന്നുള്ള ആൾക്കാരും ഇന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും. രണ്ടും ഒരേ രൂപത്തിലാണ് അള്ളാഹു എണ്ണിയത്. ഇനി മറ്റൊരു ഖേദകരമായ വസ്തുത, കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഒരു സുഹൃത്ത് പലപ്പോഴും ഈ ഉള്ളവൻ നേരത്തെ പരശുരാം എക്സ്പ്രസിന് കോഴിക്കോട് സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അയാളും ഒരു പെട്ടിയായിട്ട് വണ്ടി കയറും. ഞാൻ പലപ്പോഴും ധരിച്ചിട്ടുണ്ട് ഇയാളുടെ ബ്രീഫ് കേസ് കണ്ടാൽ ഇയാൾ വല്ല ബാങ്ക് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ലെവലുള്ള ഏറ്റവും ഉന്നത ഒഫീഷ്യലോ എന്നാണൊക്കെയാണ് ധരിച്ചു പോയത്. പക്ഷേ പിന്നെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചീട്ട് കളിക്കുന്ന ചില കമ്പാർട്ട്മെന്റുകളുണ്ട്. അത് പലപ്പോഴും യാത്രക്കാർക്ക് മനസ്സിലാവും. അത്തരം കേന്ദ്രങ്ങൾ ഇയാൾ ചെന്നിരിക്കുകയും ഇയാൾ ചീട്ട് കളിക്കും. ഞാൻ വിചാരിച്ചു അതോടുകൂടി അത് തീരുമെന്നാണ്. എന്നാൽ പിൽക്കാലത്താണ് മനസ്സിലാക്കിയത് അയാളുടെ പെട്ടി ചീട്ട് കടിക്കാനുള്ള പണവും അതുപോലുള്ള സൗകര്യങ്ങളുമാണ് ഈ പെട്ടി എന്ന്. നല്ല മുന്തിയ ഒന്നാം തരം പെട്ടി. പക്ഷെ പിന്നെ എനിക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹം ഒരു കടയിൽ ചെന്നിട്ട് സാധനത്തിൽ ചോദിച്ചപ്പോൾ 6 പാക്കറ്റ് പാല് തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു പാലില്ല. ഇല്ലാഞ്ഞിട്ടല്ല, എന്താ മൂപ്പർക്ക് കൊടുത്താൽ കിട്ടൂല, മൂപ്പര് പാപ്പരാണ് എന്ന് കടക്കാരൻ മനസ്സിലാക്കി. ചീട്ട് കളിച്ചിട്ട് തറവാട് കൊളം തോണ്ടിയവൻ. അള്ളാഹു പറഞ്ഞു ചീട്ട് കളിക്കരുത്, അത് പിശാചിന്റെ പ്രവൃത്തികളാണ്, നിങ്ങൾ ചീട്ട് കളിക്കരുത്, ചൂതാട്ടം നടത്തരുത്. ഏതായിക്കോട്ടെ, ചീട്ടുകളിയുമായി ബന്ധപ്പെട്ട ഏത് ചൂതാട്ടങ്ങളായിക്കോട്ടെ, ഈ ചീട്ട് കളിച്ചിട്ട് തറവാട് വിറ്റ ചരിത്രം കണ്ണൂർ ജില്ലയിലുണ്ട്. ചീട്ട് കളിച്ചിട്ട് തറവാട് വിറ്റ ചരിത്രം അവസാനം മൂപ്പരെ കണ്ടാൽ TB രോഗിയെ പോലെയുണ്ടാ. കാരണം ആദ്യം വിൽസ് സിഗരറ്റ് വലിച്ചൊരു സുഹൃത്താണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ആശ്രയിക്കേണ്ടി വന്നത് ദിനേശ് പീഡികയാണ്. കാരണം എല്ലാം തീർന്നു എന്നുള്ളതാണ്. കടക്കാരൻ കടം കൊടുക്കുകയില്ല എന്ന അവസ്ഥയാണെങ്കിൽ ആ കടക്കാരൻ ഇയാളെ കുറിച്ചുള്ള ധാരണ എന്താണ്? കളിച്ചത് ചീട്ടാണ്, നശിച്ചത് സമ്പത്താണ്. കാരണം അള്ളാഹു പറഞ്ഞു, സത്യവിശ്വാസികളോട് പറഞ്ഞ് ഇന്നമൽ ഖംറ വൽ മൈസർ വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു, എന്നാൽ നിങ്ങൾ അതിനെ വർജിക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ച് സൂറത്തു നൂറിലെ 51, 52 ആയത്തുകൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് വിശ്വാസി എന്നും ആരാണ് വിശ്വാസി? നമ്മളൊക്കെ സാധാരണ ആയത്തുകളും ഹദീസുകളും കേട്ടാൽ നമുക്ക് സൗകര്യമുള്ളത് എടുക്കുക. അത് സാധാരണഗതിയിൽ എത്ര മുത്തക്കി എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളും പല സന്ദർഭങ്ങളിലും നമുക്ക് സൗകര്യമുള്ളത് എടുക്കുക. എന്നാൽ യഥാർത്ഥ സത്യവിശ്വാസികൾ ആരാണെന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. അള്ളാഹു പറഞ്ഞു ആരാണ് യഥാർത്ഥ സത്യവിശ്വാസി. ഇന്നമൽ മുഅ്മിനൂന എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് അയ്യഖൂലു സമീന വതഅന. അള്ളാഹു പറഞ്ഞു സത്യവിശ്വാസി ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അയ്യഖൂലു സമീന വതഅന. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി. അള്ളാഹു പ്രവാചകനും അള്ളാഹുവിലേക്ക് പ്രവാചകനിലേക്കും അവരെ ക്ഷണിച്ചാൽ അവർ പറയും അയ്യഖൂലു സമീന വതഅന. അഥവാ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഹദീസിലും എന്തെങ്കിലും ഒരു ആശയാദർശങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കി എന്നുള്ളതാണ്. സമേന വതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ ചില ആളുകൾ പറയാറുണ്ട്. ഇറ്റ് ഈസ് ഡൺ, അത് ചെയ്തു എന്നുള്ളതാണ്.
അവരെ സംബന്ധിച്ചിടത്തോളം നാളെ അത് ചെയ്തില്ലെങ്കിൽ എന്താ, കഴിയുന്നത് പോലെയല്ലേ ചെയ്യല്, നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ എന്നുള്ള വർത്തമാനം പറയാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ ആയത്തിൽ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ദല്ല ദലാലൻ മുബീന എന്ന് കാണാം. സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ ആകാവുന്നതല്ല അള്ളാഹു പ്രവാചകനും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനെതിരിൽ ഒരു അഭിപ്രായം ഉണ്ടാകുവാൻ പാടില്ലതല്ല. വമൻ യഅസില്ലാഹ വറസൂലുഹു, ആരെങ്കിലും അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും അനുസരണക്കേട് കാണിക്കുന്നതായാൽ ഫഖദ് ദല്ല ദലാലൻ മുബീന, അപ്പോൾ അവൻ തീർച്ചയായും വ്യക്തമായ വഴികേടിലായിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്ക് എങ്ങനെയായിരിക്കണം? ഖുർആനിലും ഹദീസിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, അത് കേട്ടിട്ടുണ്ടെങ്കിൽ സമേന തേന, ഞാൻ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു, അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു എന്ന് യഹൂദികളുടെ അവസ്ഥയാണ് ഇന്ന് പലപ്പോഴും പല വിഷയങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. പല വിഷയത്തിലും യഹൂദികളെ മാതിരിയ എന്താ സമേന വഅസൈന വഉസ്രിബു ഫീ ഖുലൂബിഹിം കുഫ്രിയും എന്ന് ഖുർആൻ സൂറത്ത് ബഖറയിൽ തന്നെ കാണാൻ സാധിക്കും. ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരണക്കേട് കാണിച്ചു, ഞങ്ങൾക്ക് ഇത്രേ സാധിക്കുള്ളൂ. അതിന് ചിലപ്പോൾ ഖുർആൻ ആയി തോന്നും. 64-ാമത്തെ അധ്യായം സൂറത്ത് തഗാബുനിലെ 5-ാമത്തെ ആയത്താണ് എന്റെ ഓർമ്മ. ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ നമ്മളാണ് നമ്മുടെ കഴിവ് നിശ്ചയിക്കുക. നമുക്കിത്രേ ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കിത്രേ സാധിക്കുള്ളൂ. എന്നാൽ പൈസ ഉണ്ടാക്കുന്ന വിഷയത്തിലോ ഭൗതിക വിഷയത്തിലോ പൈസ കേട്ടാൽ തന്നെ പലപ്പോഴും അലൈഹിസ്സലാം എന്ന് പറഞ്ഞാല് പൈസ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അലൈഹിസ്സലാം, കാരണം പൈസയെ ബഹുമാനിക്കുന്ന ഒരു നാട്ടിലാണ്. പൈസ എന്ന് കേട്ടാൽ അലൈഹിസ്സലാം, ആകെക്കൂട്ടി മനുഷ്യൻ ജീവിക്കുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ സ്വഹാബത്തിനെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബത്താക്കി മാറ്റാൻ സാധിച്ചത് അത് പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ഈ അധ്യായത്തിന്റെ തുടർച്ച, ആയത്തിന്റെ തുടർച്ച 91-ാമത്തെ ആയത്തിൽ അല്ലാഹു തന്നെ പറയുന്നുണ്ട്, ഇന്നമാ യുരീദു ശൈത്വാന അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദുകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്തി ഫഹൽ അൻതും മുൻതഹൂൻ. യഥാർത്ഥത്തിൽ ഈ ആയത്ത് അവതരിച്ചപ്പോൾ മദീനയിൽ നിന്ന് ഒരാൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കടയിലേക്ക് വന്നു. യഥാർത്ഥത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിനെ വിവാഹം കഴിച്ചിരുന്ന ആളും ഒരു കള്ളിഷാപ്പിന്റെ ഉടമയുമായിരുന്നു യഥാർത്ഥത്തിൽ ആദ്യം അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിനെ വിവാഹം കഴിച്ച ആളും ഒരു കള്ളിഷാപ്പിന്റെ ഉടമയുമായിരുന്നു അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ അബൂ തൽഹയുടെ വീട്ടിൽ ആളുകൾക്ക് കള്ളെടുത്ത് കൊടുക്കുന്ന ജോലിയായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു. അന്ന് കാലഘട്ടത്തിൽ ആ ഇസ്ലാം ഖുർആൻ പരിവർത്തിപ്പിച്ച മാറ്റത്തെ സംബന്ധിച്ചാണ്. കള്ളെടുത്തു കൊടുക്കുന്ന ജോലിയായിരുന്നു. ആരൊക്കെയാ കള്ള് കുടിക്കാൻ വന്നത്? അബൂ ഉബൈദ, ഉബയ്യ് ഇബ്നു കഅബ്, സുഹൈൽ ഇബ്നു ബൈലായ് എന്നിവർക്ക് ഞാൻ കള്ളെടുത്ത് കൊടുക്കാറുണ്ടായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിവർക്ക് കള്ള് കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ലഹരി പിടിപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കള്ള് ഹറാമാക്കപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് പ്രവാചകനെ അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ലേ, ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താ അറിയോ? ഇൻതഹൈനാ, ഞങ്ങൾ ഇതാ വിരമിച്ചിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ എന്താ പറയാ? നമ്മളാണ് അത്തരമൊരു ഘട്ടത്തിലെങ്കിൽ നമ്മൾ എന്താ പറയാ? എന്തായാലും ഇത് വാങ്ങിപ്പോയില്ലേ, തീരുന്നത് വരെ വെക്കാം എന്നല്ല, ഇത് പൈസ കൊടുത്ത് വാങ്ങിയതാണല്ലോ, തീരുന്നത് വരെ വെക്കാം. നമ്മൾ സാധാരണ ചെയ്യലെന്നല്ല, കൈ കുടുങ്ങിയത് തീരുന്നത് വരെ വെക്കാം. നമ്മൾ ഒഴിവാകാൻ തയ്യാറാണ്, സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഈ പൈസ നഷ്ടപ്പെടുത്തണോ? ഈ പൈസ നഷ്ടപ്പെടുത്തി കളയണോ എന്ന് പലപ്പോഴും പല ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ട്. റേഷൻ പീടിയും കള്ളിഷാപ്പും അല്ലെങ്കിൽ വെളിച്ചെണ്ണ പീടിയും കള്ളിഷാപ്പും അടുത്തുള്ളതാണെങ്കിൽ വെളിച്ചെണ്ണ പീടിയിൽ നിന്ന് അല്ലെങ്കിൽ റേഷൻ അങ്ങനെ ഇത് രണ്ടും അടുത്തുള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഒരു 5 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയ ഒരു ക്യാനുമായി റേഷൻ പീടിന്റെ അടുത്ത് ചെന്ന് ഇരുന്നിട്ട് അവസാനം 5 ലിറ്റർ കള്ളുമായി ഏതെങ്കിലും ഒരാൾ വാങ്ങി ക്യാൻ അടുത്ത് വെച്ചാൽ കള്ള് മാറിപ്പോയി വീട്ടിലെത്തിയാൽ ചില ആളെന്താ പറയല്, എന്തായാലും പൈസ കൊടുത്തല്ലേ വെളിച്ചെണ്ണ പോയി കള്ള് കിട്ടി തൽക്കാലത്ത് കുടിക്കാം. ഇതാ സാധാരണക്കാരന്റെ അവസ്ഥ. എന്നാൽ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വഹാബത്തായി മാറിയത് ഫഹൽ അൻതും മുൻതഹൂൻ എന്ന ആയത്ത് അവതരിച്ചപ്പോൾ ആ ഉള്ള മുഴുവൻ പീപ്പകളും അവർ പൊട്ടിച്ചൊഴിക്കുന്നില്ല, ഒന്നും ബാക്കി വെക്കരുത്. നിർദ്ദേശം കൊടുത്തത് ഒന്നും ബാക്കി വെക്കരുത്. അപ്പോൾ അവിടെ വെച്ച് ചർച്ച ചെയ്തു ചില ആളുകൾ. എന്നാ നമ്മളിപ്പോ അറിയാറുണ്ട് സാധാരണഗതിയിൽ അല്ലാഹു അല്ലാത്ത ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോട് നിങ്ങളതിൽ നിന്ന് ഒഴിവാകണം, അതിന്റെ ശക്തമായ പാപമാണ്, പരലോകത്ത് നരകത്തിലായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാല് എന്റെ വാപ്പ നരകത്തില, അടുത്ത ചോദ്യം. എന്റെ വാപ്പ നരകത്തില, വല്യാപ്പ നരകത്തില,
ഇങ്ങനെ കുറെ ചോദ്യങ്ങളാണ് ചോദിക്കാം. ഇത്തരം ചോദ്യങ്ങൾ നേരത്തെ അവരുള്ള ആളുകൾ ചോദിച്ചിരുന്നു. മദ്യം നിഷിദ്ധമാക്കി ഹറാമാക്കി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നിന്ന് വിരമിക്കാൻ തയ്യാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരിൽപ്പെട്ട ചില ആളുകൾ ചോദിച്ചു, നേരത്തെ ചില ആളുകൾ ഇത് പള്ളയിലാക്കിയിട്ട് മരണപ്പെട്ടു പോയില്ലേ, അവരെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു. പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടല്ലോ, നേരത്തെ ശിർക്ക് ചെയ്ത ആളുകളുടെ അവസ്ഥ എന്താണ്, അതിപ്പോ അള്ളാഹ്ക്ക് അറിയാം എന്നല്ലാതെ. ആ സമയത്ത് ആയത്ത് അവതരിച്ചു. സൂറ മാഇദയിലെ 93-ാമത്തെ ആയത്തിൽ, നേരത്തെ കഴിച്ചു പോയവർക്ക് ഒരു പ്രയാസമില്ല, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഇന്നലെ ഈ റമദാനിന്റെ തൊട്ടു മുൻപ് വരെ മദ്യം കഴിച്ചു പോയ ആളിനെ സംബന്ധിച്ചിടത്തോളം അവരും തൗബ ചെയ്ത് ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറി കഴിഞ്ഞാൽ അള്ളാഹു പൊറുത്തു നൽകും എന്ന് തന്നെയാണ് ഖുർആനിന്റെ വചനം. അള്ളാഹു സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹി ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശ അടയരുത്, നിശ്ചയമായും അള്ളാഹു നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും പുറത്തു തരും. രണ്ടാമത്തെ മാറ്റം എന്ത്? പലിശ നിരോധിച്ചപ്പോൾ പലിശയിൽ നിന്ന് ഒഴിവായി, മദ്യം നിരോധിച്ചപ്പോൾ മദ്യത്തിൽ നിന്ന് ഒഴിവായി. ഇത് നമ്മളെ അവസ്ഥ എന്താ? ഇത് രണ്ടും നിരോധിച്ചിട്ടുണ്ട്. മദ്യവും നിരോധിച്ചിട്ടുണ്ട്, പലിശയും നിരോധിച്ചിട്ടുണ്ട്. സാധാരണ ആവറേജ് മാപ്പിളയുടെ അവസ്ഥ എന്താ? ഒരു സലഫി ആദർശക്കാരൻ ഒരിക്കലും കള്ളു കുടിക്കൂല, യാതൊരു സംശയമില്ല. പക്ഷേ അവന്റെ ശരീരത്തിലും എന്തുണ്ടാവാം? പലിശയുടെ ഭക്ഷണവും പലപ്പോഴും ഉണ്ടാവാം. എന്താ? നേരത്തെ തുടങ്ങി വെച്ച കച്ചവടം അത് ബാങ്കോടിയിലാണെങ്കിൽ ആ ഓടി തീർക്കുവാൻ വേണ്ടി മൂപ്പർക്ക് സാധിക്കൂല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഇതിങ്ങനെ ഓടി തീരുന്നത് വരെ സാധാരണ ഇങ്ങനെ ബെൽറ്റ് ലൂസാകുക എന്നല്ലാതെ വേറൊന്നും സംഭവിക്കൂല. ഓടി ഒരിക്കലും ഓട്ടിത്തീരൂല. ഈ ബെൽറ്റ് ലൂസായിക്കൊണ്ടിരിക്കുമെന്നല്ലാതെ ഓടി പോലെ തന്നെ ഉണ്ടാകുമെന്നുള്ള അവസ്ഥ. കാരണം ഇപ്പൊ പത്രമാധ്യമങ്ങളിൽ പലപ്പോഴും പല വാർത്തകളും കാണാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. 2 ലക്ഷം ലോൺ എടുത്ത ആളിനെ സംബന്ധിച്ചിടത്തോളം 12 ലക്ഷം കടം വീട്ടിയാലും പിന്നെയും കടം 12 ലക്ഷം പലിശ അടച്ചാലും 2 ലക്ഷം കടം തന്നെയാണ്. അതൊരിക്കലും അത് അസറ്റായിട്ട് നിൽക്കും. ചില ആളുകൾക്ക് അങ്ങനെ തോന്നും, അത് അസറ്റ് അല്ലേ, 2 ലക്ഷം കട എവിടെയും പോയിട്ടില്ലല്ലോ, 12 ലക്ഷം പലിശ കൊടുത്താൽ എന്തുണ്ട്? ഇത് തന്നെ ചില മാപ്പിള സഹോദരിമാരുടെ അവസ്ഥ എന്താ? ബാങ്ക് കൊണ്ടുപോയി പണയം വെക്കും. അല്ലാതെ തക്കാരത്തിനാ പലപ്പോഴും പണയം വെക്കുക. തക്കാരം വീട്ടിലും ആർഭാടമായി തക്കാരം കഴിക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം ഘട്ടത്തിൽ അവർ പണയം വെക്കാറുണ്ട്. ആ പണയം വെക്കുന്ന അവസ്ഥ എന്താ വെച്ചാൽ, തക്കാരം കഴിച്ച് പണയം വെച്ചാൽ അത് വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ അത് മാറ്റിവെക്കുക. സൗകര്യം ബാങ്കിൽ തന്നെ ഉണ്ടാവും. എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. കാരണം പൊന്നിന് അനുദിനം പൈസ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ വെച്ച എമൗണ്ട് ആയിരിക്കുമല്ല പൊന്നിന്. അതുകൊണ്ട് ഇപ്പൊ എന്താ മാറ്റി വെക്കുന്ന ചോദിക്കും. ആ മാറ്റി വെക്കുക, എത്ര വിട്ടു, ഇത്ര എന്നാ ഇപ്പൊ ഇത്ര മതി. അങ്ങനെ ഓരോ കൊല്ലവും ഇത് പലിശ അടക്കുകയും ഓരോ കൊല്ലവും മാറ്റി വെക്കുകയും ചെയ്താൽ 5000 ഉറുപ്പ്യക്കാണ് ആദ്യം പൊന്ന് പണയം വെച്ചതെങ്കിൽ ഇന്നത്തെ വിലക്കനുസരിച്ച് ഒരാൾ അത് മാറ്റിവെച്ച് ഒരു 19,000 ഉറുപ്പ്യ വരെ പൊന്ന് പണയം വെക്കും. പിന്നെന്തുണ്ടാവും? അതിനിടയിൽ അടച്ച പലിശയൊന്നും കണക്കൂട്ടൂല. ഒറ്റ സമാധാനം, എന്താ? പൊന്ന് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ബാങ്കിൽ തന്നെ ഉണ്ടല്ലോ, എപ്പോ കൊടുത്താലും ആ പൊന്ന് തിരിച്ചു കിട്ടുമല്ലോ. എന്താ ബേജാറെന്നറിയോ? ഇത് വിറ്റാ തിരിച്ചു വാങ്ങൂലല്ലോ. സാധാരണ സക്കാത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഭാഗത്ത് ഖുർആനിൽ സൂറത്ത് സബയിലെ 39-ാമത്തെ ആയത്ത് കാണാം. പലപ്പോഴും സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ ഘോരമായ ചർച്ച എല്ലാ സ്ഥലത്തും. സ്വബഹിസ്കാരം 3 റക്അത്ത് ആവണം എന്ന് ആരും ചർച്ച ചെയ്തിട്ടില്ല, ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. സ്വബഹിസ്കാരം 3 റക്അത്ത് ആക്കിയാൽ സൗകര്യമുണ്ട്, തണുപ്പാണ്, കുറെ നിസ്കരിക്കാം എന്നൊന്നും ആരും പറഞ്ഞു. സക്കാത്ത് ഭയങ്കര ചർച്ച. പത്രപ്രമാണോ അതങ്ങനെ പറയും, ആകെ ബഹളമാണ്. ഇനി കൊടുക്കാൻ മനസ്സില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ടത് ഈ പൈസ ആരാ ആദ്യം തന്നത്? അള്ളാഹു. എന്നാൽ അള്ളാഹു തന്നെ സൂറത്ത് സബയിലെ 39-ൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം നൽകും എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ട്. എന്തെങ്കിലും ഒന്ന് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം അള്ളാഹു നൽകുമെന്ന് പറഞ്ഞാൽ ചെലവഴിച്ച വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പകരം അള്ളാഹു നൽകും. അപ്പൊ ആദ്യം തന്ന റബ്ബിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് സക്കാത്ത് കൊടുക്കാൻ മടി. അള്ളാഹ് പിന്നെ തന്നിട്ടില്ലെങ്കിലോ ഇല്ല. ആദ്യം പൈസ തന്ന റബ്ബിന് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ ഈ സക്കാത്ത് കൊടുക്കാൻ മടി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ആദ്യം തന്നവൻ അള്ളാഹുവാൻ, സക്കാത്ത് കൊടുക്കുവാനും സദഖ കൊടുക്കുവാനും കൽപ്പിച്ചവൻ അള്ളാഹുവാൻ, ഈ കൊടുത്താൽ പകരം തരുമെന്ന് പറഞ്ഞവൻ അള്ളാഹുവാൻ. എന്നാൽ ഈ സക്കാത്തും സദഖയും കൊടുത്താൽ പിന്നെ അള്ളാഹു തന്നിട്ടില്ലെങ്കിലോ? ഈ ഒരു ചിന്ത കൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്ത് ഈ സക്കാത്തും സ്വതക്കയും കൊടുക്കാൻ വേണ്ടി മടി കാണിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി പറഞ്ഞ വിഷയം. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മദ്യത്തിൽ നിന്ന് മുക്തനായി സമൂഹം, പലിശയിൽ നിന്ന് മുക്തരായി സമൂഹം, അത് ഖുർആനിന്റെ മാറ്റമാണ്.
വ്യഭിചാരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും കേട്ടു പരിചയമുള്ള രണ്ട് ചരിത്ര സംഭവങ്ങൾ. അതിലൊന്ന് മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ്. മായിസ് റളിയല്ലാഹു അൻഹു, മായിസ് എന്ന സ്വഹാബിക്ക് യാദൃച്ഛികമായി അബദ്ധത്തിൽ അദ്ദേഹം വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹം ശുദ്ധീകരിക്കുവാൻ വേണ്ടി തുനിഞ്ഞു, സ്വന്തം ശരീരം ദുനിയാവിൽ വെച്ച് ശുദ്ധീകരിക്കുവാൻ. കാരണം നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തി കഴിഞ്ഞാൽ ഭയാനകമായ നരകമാണ് അനുഭവിക്കേണ്ടി വരിക എന്ന് തിരിച്ചറിഞ്ഞ മായിസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആനിൽ ഈ ദുനിയാവിൽ വെച്ച് ആ ശിക്ഷ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ തനിക്ക് പരലോകത്തെ ശിക്ഷയിൽ നിന്ന് മുക്തമാകുവാൻ സാധിക്കുമല്ലോ എന്ന ചിന്തയാണ് അവരുടെ മനസ്സിനെ സ്വാധീനിച്ചത്. അവർ ആ വ്യഭിചാരത്തിൽ നിന്നും അത് ശിക്ഷ ഏറ്റുവാങ്ങുകയും പലരും വ്യഭിചാര പ്രവൃത്തികളിൽ നിന്നും അത് ലിഹാറ് ചെയ്ത ആളുകളെ സംബന്ധിച്ചതൊക്കെ സൂറത്ത് മുജാദിലൊക്കെ കാണാൻ സാധിക്കും. ഖദ് സമി അല്ലാഹു ഖൗലല്ലത്തി തുജാദിലുക ഫി സൗജിഹ എന്ന ആയത്തിനെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങുന്ന ആ അധ്യായത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നേരത്തെ ആ വിവാഹം കഴിക്കുക, പിന്നെ കുറച്ച് ഒഴിവാക്കിയ, മടുത്താൽ ഒഴിവാക്കുക. ഇന്ന് ചില ആളുകൾ പത്രത്തിലൊക്കെ പെണ്ണ് കെട്ടുന്ന പോലെ മടുത്താൽ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ പോലും ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ കൊണ്ട് അവരെ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വിഷയം. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പലിശയുടെ വിഷയം, അതുപോലെ മദ്യത്തിന്റെ വിഷയം, വ്യഭിചാരത്തിന്റെ വിഷയം, ഇനി തൗഹീദിന്റെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ച് നോക്കിയാലും ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബിസീനിയയിലേക്ക് പ്രബോധനത്തിനായി നിയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വിശ്വാസികളായി ഒരു പറ്റം കർഷകർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്നു. ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് അടുത്തു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഖുർആൻ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി എന്ന് ഖുർആൻ. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയെ ഒഴുകി 5-ാമത്തെ അധ്യായം സൂറത്ത് മാഇദയിലെ 83-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ നാട്ടിൽ ചെന്നാൽ നിങ്ങൾ പഴയ മതത്തിലേക്ക് തിരിച്ചു പോകില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ കൊടുത്ത മറുപടിയാണ് വമാലന ലാ നുഅ്മിനു ബില്ലാഹി വമാ ജാഅനാ മിനൽ ഹഖ് വയത്മാവ യദ്ഖുലനാ റബ്ബുനാ മഅൽ ഖൗമിസ് സാലിഹീൻ. ഞങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കേണ്ടത്? ഞങ്ങൾക്ക് സത്യം വന്നതിന് ശേഷവും ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് എന്ത് കാര്യമാണുള്ളത്? കാരണം ഞങ്ങളെ രക്ഷിതാവ് ഞങ്ങളെ സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ പ്രവേശിപ്പിക്കുന്നതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ പഴയ മതത്തിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന് അവർ കണ്ണിൽ നിന്ന് കണ്ണുനീർ വാർത്തുകൊണ്ട് അവർ മറുപടി പറഞ്ഞു. എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എത്ര കൊല്ലായി കേൾക്കുന്നു? സാധാരണഗതിയിൽ ഖുർആൻ കുറെ കൊല്ലായി അല്ലെ. ചില കേസറ്റുകളൊക്കെ കേട്ടാൽ, ചില വിദേശി കാര്യങ്ങളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്ന കേട്ടാൽ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രോഗശീലായിരുന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിൽക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ മകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ വാപ്പാനെ നിർത്തിക്കണ്ട, വാപ്പാക്ക് ഖുർആൻ ഓതി പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താ? കിട്ടാത്തത് കൊണ്ടല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ നമ്മെ പോലെ തപ്പിത്തടഞ്ഞിട്ട് കിട്ടാത്തത് കൊണ്ടല്ല. സാധാരണ പലപ്പോഴും പല സ്ഥലത്ത് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പള്ളിയിൽ റമദാനിന്റെ ശേഷം ഇമാമ് നാട്ടു പോകും, റമദാനിന് ശേഷം ഇമാമ് നാട്ടു പോകും. പിന്നെ സാധാരണ പ്രവർത്തകരായിരിക്കും. ഓരോരുത്തർ പറയും, നീ ളുഹറിന് ഞാൻ അസറിന്, അതാ വേണ്ട വന്നാക്ക് നോക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ മഗ്‌രിബിന് വന്നെന്ന് കണക്കാക്കുക. മഗ്‌രിബ് വന്നപ്പോൾ പള്ളിയിൽ ആരുമില്ല, ബാങ്ക് കൊടുക്കാനായി. ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഒരാൾ വന്നിട്ട് ബാങ്ക് കൊടുക്കുന്നുണ്ട്. മൂപ്പർക്ക് തോന്നുന്നത് ഞാൻ ഇമാമത്ത് കണ്ടുവരും. മൂപ്പരെന്താ ചെയ്യുന്നറിയോ? ആരെയും കണ്ടിട്ടില്ലെങ്കിൽ ഉടനെ ബാത്റൂമിലേക്ക് കയറും. എന്തിനാ? ആരുടെയെങ്കിലും അടുത്ത കാലൊച്ച കേൾക്കണം. മൂപ്പര് ഇമാമത്ത് നിന്ന് ഖുർആൻ ഓതി കഴിഞ്ഞാൽ മൂപ്പര് ഊത്തിനെ കുറിച്ച് കൃത്യമായ ധാരണ എല്ലാവർക്കും ഉണ്ടാവില്ല. സംഗതി എല്ലാവരും നമ്മളൊക്കെ, ഞാനും നിങ്ങളൊക്കെ പരസ്പരം മസിൽ പിടിക്കുന്ന നമുക്ക് ഖുർആൻ നല്ലോണം അറിയാന്നുള്ള ആഗ്രഹമൊക്കെ അല്ല, നമ്മള് ചിന്തയൊക്കെ മനസ്സിൽ നല്ല തന്നെയാണ്. ഈ മനുഷ്യനെ ഇമാമത്ത് നിന്നാൽ എന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് മറ്റുള്ളവർ അറിഞ്ഞേക്കുമല്ലേ എന്ന ഭയം കൊണ്ട് മൂപ്പര് ബാത്റൂമിലായിരിക്കും. പിന്നെ എപ്പോഴാണ് ഇറങ്ങുക? അടുത്തൊരു കാലൊച്ച കേട്ടാ മൂപ്പര് ഇറങ്ങും. അടുത്തൊരു കാലൊച്ച കേട്ടാ മൂപ്പരങ്ങും. അപ്പൊ സമാധാനം, നിന്നെ കണ്ടുകൊണ്ട് സമാധാനം എന്താ? ഇമാമത്ത് നീ നിൽക്കുമല്ലോ, നിന്നെ കൊണ്ട് സാധിക്കൂല. എന്നാ ഞാൻ ഇങ്ങനെ എല്ലാവരും നാടൻ വയല് പറയാനേ പറ്റുള്ളൂ, ഖുർആനായത്ത് എനിക്ക് ഓതാൻ സാധിക്കൂല. ഇനി അഥവാ നിന്നാൽ സൂറത്ത് ഇൻഷിറാഹ് ഓതുമ്പോഴാ സംഗതി വശലാകുക. എന്താ? ഇന്ന മഅൽ ഉസ്രി യുസ്രയാണോ ഇന്ന മഅൽ ഉസ്രി യുസ്രയാണോ ആദ്യമായി ഓതേണ്ടത് എന്നതായിരിക്കും മനസ്സിൽ തർക്കമുണ്ടാകുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് എന്ത് രണ്ടും കൽപ്പിച്ചൊരു ഒറ്റ ഓത്താൻ.
പിന്നൊന്നും ആരും തിരുത്തിയിട്ടില്ലെങ്കിൽ അൽഹംദുലില്ലാ, അത് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ എന്നാണ്, ഇന്നെല്ലാം. ഇതാ പലപ്പോഴും പലരുടെ അവസ്ഥ. ഇത് ഖുർആൻ അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു. എന്താ ഖുർആൻ അള്ളാഹുവിന്റെ ആയത്തുകൾ വചനങ്ങൾ കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് വറുത്ത ചീനച്ചട്ടി പോലെ തേങ്ങിക്കരഞ്ഞു കൊണ്ടായിരുന്നു അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുക എന്നാണ് ആയിഷ ബീവി പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കർശനമായ നിർദ്ദേശം വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ ഇമാമത്ത് നിർത്തിയെന്ന ചരിത്രം. ഇത് പറയുന്നത് ഏതെങ്കിലും ഖുർആൻ ആയത്ത് കേട്ടിട്ട് നമ്മുടെ മുന്നിൽ ഇമാമത്ത് നിൽക്കുന്ന ഇമാമ കരഞ്ഞാൽ പോലും നമ്മൾ ചിലപ്പോൾ മൂപ്പര് കരഞ്ഞിട്ട് മൂപ്പര് ആയത്ത് പൂർത്തിയാക്കാൻ സാധിക്കാതെ കുറെ അധികം സമയം എടുത്താൽ അയാൾക്കെന്താ കരയുന്നതിന് മുറി പോയി കരഞ്ഞാൽ പോരെ, വെറുതെ മനുഷ്യനെടുങ്ങാറൊക്കെ കരഞ്ഞിട്ട് പോയി 5 മിനിറ്റ്, ഒരു റക്കായത്ത് 10 മിനിറ്റ് കൊണ്ട് തീരുന്നത് മൂപ്പര് കരച്ചിൽ കാരണം 5 മിനിറ്റ് അധികം എടുത്തു എന്നാണ് നമ്മൾ ആവലാതി പറയുക. നമുക്കിതിപ്പോ ഖുർആൻ ഓതിയാലും ഹദീസ് ഓതിയാലും ഇനിയിപ്പോ അള്ളാഹു സ്വർഗവും നൽകും അങ്ങനെ തന്നെ ഭൂമുഖത്തേക്ക് ഇറക്കിയാലും നമ്മളെ പോലെയുള്ള നിങ്ങളല്ല കേട്ടോ, നിങ്ങളല്ല സാധാരണക്കാരായ ആളുകൾ, നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. സാധാരണക്കാരായ ആളുകളെ അവസ്ഥ സംബന്ധിച്ചിടത്തോളം സ്വർഗവും നൽകും അള്ളാഹു ഭൂമുഖത്തേക്ക് ഇറക്കി വെച്ചാലും പറയല്ലേ, അതൊക്കെ അങ്ങനെ കുറെ പേടിപ്പിച്ചിട്ട്. പണ്ടൊരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു മകന്റെ കാര്യത്തെക്കുറിച്ച് ഒരു പിതാവ് പറഞ്ഞു, വിശ്വാസിയല്ലേ ഖുറാഫിയ, ഇങ്ങനെ അഭിനയിക്കുന്ന എത്ര ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. മോന് നമ്പർ 1 പ്രാന്ത. മോനിങ്ങനെ പ്രാന്തായി നടക്കുമ്പോൾ വാപ്പ പറഞ്ഞത് ഇങ്ങനെ അഭിനയിക്കുന്ന എത്ര ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയായിരിക്കും പലപ്പോഴും നമ്മൾപ്പെട്ട പല ആളുകൾ പറയാ, സ്വർഗവും നരകവും ഇറക്കി വെച്ചാൽ പറയൂ ഇങ്ങനത്തെ കുറെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, അതൊന്നും കണ്ട് അമ്പാച്ചിയെ കണ്ടിട്ടൊന്നും എന്നെ പേടിപ്പിക്കണ്ട. ഇതെല്ലാം സ്വഹാബത്തിനെ സംബന്ധിച്ചോളാം. ആരാ സത്യവിശ്വാസികൾ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. 8-ാമത്തെ അധ്യായം സൂറ അൻഫാലിലെ 2-ാമത്തെ ആയത്തിൽ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ ആയത്തുകൾ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെടുന്നതായാൽ ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളും. ആരാ പടച്ചോൻ എന്ന് ചോദിക്കാൻ സാധിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചോളം അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കാലിന്റെ പാദത്തിന്റെ താഴ്ഭാഗത്ത് നിന്ന് മൂർധാവ് വരെ അവന് തരിപ്പനുഭവിക്കണം. അവനാണ് അള്ളാഹു. ആരാ അള്ളാഹു? അള്ളാഹു കുറെ ആയത്തുകൾ ഖുർആനിലൂടെ പരിചയപ്പെടുത്തി. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. ആ ആയത്തുകൾ വളരെ ശ്രദ്ധേയമാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാണോ നിങ്ങൾ അള്ളാഹു? നിങ്ങൾക്ക് എന്തൊരു ഗൗരവമില്ലാത്തത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തിനോട് പറഞ്ഞില്ലേ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ അലം തറൂ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാക വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ. നിങ്ങൾ അള്ളാഹുവിന് ഒരു ഗൗരവവും കൊടുക്കുന്നില്ലേ? എന്താണെന്നോ നിങ്ങൾക്ക് പടച്ചവനെ പേടിയില്ലേ? പടച്ചവനെ പേടിയില്ലേ? ഈ പടച്ചവനെ വേണ്ട രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലല്ലേ നമുക്കിത് കരച്ചിൽ വരിക. കരച്ചിൽ വരണമെങ്കിൽ ഈ ആശയം എന്തെങ്കിലും അറിയണ്ടേ? കരച്ചിൽ വരണമെങ്കിൽ ഈ ആശയം അറിയണം. ആശയം അറിയണമെങ്കിൽ ഒരു ഖുർആൻ ക്ലാസ്സിൽ ചെന്നിരിക്കണം. എത്ര ആള് എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് വെറുപ്പൊന്നും വേണ്ട അല്ലെ, ഏതായാലും ഇത്രത്തോളം ഇരുന്ന് വേഗം അവസാനിപ്പിക്കും. ഇനിയിപ്പോ അത് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളൊന്നും ഏതൊരു പോണ്ട, ഇവൻ ഖുർആൻ ക്ലാസ്സിലേക്ക് രജിസ്ട്രേഷൻ ഒന്നും നടത്തൂല. അങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ടതൊന്നല്ല. തൊലബൽ ഇൽമി ഫരീളത്തുൻ എന്ന അള്ളാഹു റസൂൽ പറഞ്ഞ അറിവ് അന്വേഷിച്ച് പഠിക്കൽ നിർബന്ധബാധ്യത. അറിവ് അന്വേഷിക്കല്. നമ്മളിപ്പോ ഒരു വീടെടുക്കാൻ ഒരുത്തൻ തുനിയുന്നുണ്ടെങ്കിൽ തേങ്ങ വലിക്കുന്നവൻ പോകുന്ന മാതിരിയാ പോവുക. എന്താ സകല വീടിനെ കുറിച്ച് അന്വേഷിക്കും. ഒരു പുതിയ വീട് എവിടെയും കണ്ടാല് അവിടെ ചെന്ന് വീടിന് കഴിഞ്ഞാല് ഈ പൈപ്പ് എവിടുന്ന വാങ്ങി, ഈ ടൈൽസ് എവിടുന്ന് വാങ്ങി, ഇങ്ങനെ അന്വേഷിക്കും. ഇനി അഥവാ അവൻ ഇഷ്ടപ്പെട്ട പൈപ്പ് ഫിറ്റിങ്സ് ആണെങ്കിൽ അത് എവിടെയാ കിട്ടുക എന്നുള്ള അന്വേഷണമായിട്ട് മൈലുകൾ ഇങ്ങനെ നടക്കും. ദിവസങ്ങളോളം വെമ്പി വിശർത്ത് ക്ഷീണിച്ച് അവശനായി കിട്ടിയിട്ട് എന്നിട്ട് മറ്റവനെ വിളിച്ചു പറയും, നിങ്ങൾ പറഞ്ഞ സാധനം എവിടെ ഇല്ലാലോ. അതിന് ഖുർആനിൽ തലശ്ശേരിയിലും ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അല്ലെ. എത്ര ആളുകൾ പൊതുവേ നമുക്കുള്ളൊരു തകരാറെന്താ വെച്ചാൽ, നിങ്ങളതല്ല കേട്ടോ, സാധാരണക്കാരുടെ തകരാറെന്താ വെച്ചാല് അല്ലേ, നമുക്കില്ലാത്തത് നാട്ടുകാർ അറിയുന്നുള്ള. നേരത്തെ ഇന്ന മഅൽ ഉസ്രി യുസ്റ പറഞ്ഞ മാതിരി തന്നെയാണ്. നമുക്കില്ലാത്തത് നാട്ടുകാർ അറിയും. ഖുർആൻ ക്ലാസ്സിൽ ചെന്നിരിക്കുന്നാലല്ലേ നമ്മുടെ ഈ നീട്ടത്തിന്റെ വലിപ്പം മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് നല്ലോണം നീളുണ്ട്. ഈ നീളത്തിനനുസരിച്ച് കൊണ്ട് മതപരമായ ഇൽമ നമ്മിലേക്ക് കൊണ്ടുവന്നല്ലോ. എന്നാലും ചോദിക്കുന്നത് ഈ നീളത്തെ നിങ്ങൾ വിമർശിക്കുകയാണ്? ഒരിക്കലല്ല, നീളം അനിവാര്യമാണ്, അത് വേറെ വിഷയം. ഈ നീളത്തിനനുസരിച്ച് കൊണ്ട് മതപരമായ ഇൽമ നമ്മിലേക്ക് വന്നിട്ടുണ്ടെന്ന് പരിശോധിച്ച് നോക്കണ്ടേ? എന്നാ അത് സാധാരണ ചില കുട്ടികളുടെ ക്ലാസ്സിൽ പറയാറുണ്ട്. വലിയ ക്ലാസ് എന്താ എനിക്കറിയില്ല. കുട്ടികളുടെ ക്ലാസ്സിൽ അത്തഹിയാത്തിന്റെ അവസാനത്ത് പ്രാർത്ഥന ഓദിക്കും.
കുറേ തൂ ഉണ്ട്, കബഡി കളിക്കുന്ന മാതിരി. പണ്ട് കബഡി കളിക്കുന്ന തുത്തു 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 തു ഇങ്ങനെയാണല്ലോ കബഡി കളിക്കുക. അല്ല, ആ കബഡി കളിക്കുന്നവർ കുറേ തൂ അതിലുണ്ട്. അങ്ങനെ കുട്ടികളോട് ഇത് ഓതാൻ പറഞ്ഞാൽ അറിയാം എത്ര തൂ ആണ്, എന്തെല്ലാം തൂ എന്ന്. ഓർക്ക് ഇഷ്ടമുള്ള തൂവ. അല്ലാഹു 5 തൂ അവിടെ തീർന്നു. പിന്നെ അസ്റഫ്തു അസ്റഫ്തു എങ്ങനെയും കുറെ തൂവാ. ഇതിൽ ഭൂരിപക്ഷ ആളുകൾ അവസ്ഥ എന്തായിരിക്കും? അത്തഹിയാത്തിന്റെ ഈ അവസാനത്തെ പ്രാർത്ഥനയിൽ ഭൂരിപക്ഷ ആളുകൾ അവസ്ഥ എന്തായിരിക്കും? അല്ലെ, ഇവിടെ ഇരിക്കുന്ന ആളല്ല, സാധാരണ പുറലോ ഇത് അനുഭവം കൊണ്ട് പറയുന്ന. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിച്ചു മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആശയങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ ഹൃദയം വിറകൊള്ളും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുന്നതായാൽ ഈമാൻ വർദ്ധിക്കും. മക്കാ മുശ്രിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്, നീ കുറെ കാലമായല്ലോടെ മുഹമ്മദ് പറയുന്നത് ഈമാൻ വർദ്ധിക്കും, ഈമാൻ വർദ്ധിക്കും. ആർക്കാന്നറിയാം ഈമാൻ വർദ്ധിച്ചതെന്ന്? ഇത് നമ്മൾ പലരോട് ചോദിച്ചേക്കാം, എത്ര കാലമായടാ ഖുർആൻ ക്ലാസ് പോയിട്ട്, എൻ്റെ വേഷവിധാനത്തിലൊരു മാറ്റമില്ല, ഇതിൻ്റെ നടപടിക്രമത്തിലൊരു മാറ്റമില്ല, പിന്നെ എനിക്ക് എന്ത് ഈമാൻ ഉണ്ടായി അല്ല, ഈമാൻ വർദ്ധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അള്ളാഹുവിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും അചഞ്ചലമായി വിശ്വസിക്കുവാൻ തയ്യാറുള്ളവൻ ഓൻ ഈമാൻ വർദ്ധിക്കും. അള്ളാഹുവിലും അന്ത്യദിനത്തിലും അചഞ്ചലമായി ഒരുത്തൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ രക്ഷിതാവിന്റെ മുന്നിലേക്ക് ഞാൻ ചെന്ന് നിൽക്കേണ്ടവനാണ് എന്ന ബോധ്യമുള്ള ഒരുത്തന് ഈമാൻ വർദ്ധിക്കും. കാരണം എന്തായാലും അള്ളാഹിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വരും. കുറേ സ്ഥലത്ത് ഖുർആനിൽ കാണാൻ സാധിക്കും, ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് നാം നിങ്ങളെ ബോധ്യപ്പെടുത്തും. നാളെ വിവരം അറിയുന്നാ പറയലേ. സാധാരണ നമ്മളൊരു മൊബൈൽ വാങ്ങി മേശപ്പുറത്ത് കൊണ്ടുവച്ചാൽ നമ്മൾ വികൃതിയായ കുസൃതിയുള്ള കുട്ടിയെടുത്തവൻ തൊടാൻ നോക്കിയാലോ, തൊട്ടാ വിവരം അറിയാൻ. ഈ വിവരാർച്ചലുണ്ടല്ലോ, അള്ളാഹു ഖുർആനിൽ കുറേ ആയത്ത് പറഞ്ഞിട്ട് വിവരം അറിയിച്ചു തരും. അങ്ങനെ അള്ളാഹു എത്ര ആയത്ത് പറഞ്ഞ് വിവരം നമുക്ക് എന്താ മാറ്റം ഉണ്ടായത്? പാലം കുലുങ്ങിയാലും കേളം കുലുകുലാണ്. അതുകൊണ്ട് ഖുർആൻ ആയത്ത് കേട്ടാൽ ഈമാൻ വർദ്ധിച്ചിട്ടുണ്ടോ? വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനൻ. എത്ര ആയത്ത് എല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്താണ്. അമ്മ എന്നാ പറയാ സാധാരണ, അറിയാത്തോണ്ട അമ്മ, അല്ല അച്ഛൻ എന്ന് പറയാത്ത നന്നായി. നബഗ് എന്നാണ് അദ്ദേഹത്തിന്, ഞാൻ അമ്മ എന്നാ പറയാ, അറിയില്ല അമ്മ. അലിഫിന് ഫത്ത് കിട്ടാൽ ആ, ഐന് ഫത്ത് കിട്ടാൽ ആ, ഗൈന് ഫത്ത് കിട്ടാൽ ആ, ഹാക്ക് ഫത്ത് കിട്ടാൽ ആ, ഹാക്ക് ഫത്ത് കിട്ടാൽ ആ, ഹാക്ക് ഫത്ത്, എല്ലാം ആ തന്നെയാണ്, എല്ലാം ഒറ്റൊന്നാ, മാറ്റമൊന്നുമില്ല. ഇതുകൊണ്ടാണ് ഈ അമ്മ എന്ന് പറയുന്നത്. ആ അമ്മയിൽ നബയിൽ ആദ്യത്തെ ദൃഷ്ടാന്തങ്ങൾ, ആദ്യത്തെ 5 ആയത്ത് കഴിഞ്ഞാൽ ശേഷം 11 ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഹൃദയസ്പൃക്കായ ഭാഷയിൽ ഉൾക്കൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമാം അത് ഓതിയിട്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ഓതുന്നതെങ്കിൽ കരയാത്തവൻ മൗമൂമല്ല എന്ന് പറയേണ്ടതിന് കാരണം 9 മാസവും 10 ദിവസവും വേദന സഹിച്ചുകൊണ്ടൊരു മാതാവ് ഗർഭം ചുമന്ന ഒരു പിഞ്ചു കുഞ്ഞ്, താൻ പ്രസവിച്ച കുഞ്ഞ്, ആ കുഞ്ഞ് താൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന പോലെ അള്ളാഹു ചില പ്രയോഗങ്ങൾ നടത്തി. അലം നജ്അലിൽ അർള മിഹാദ വൽജിബാല ഔതാദ വഖലഖനാകും അസ്വാജ. നാം നിങ്ങൾക്ക് അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ തൊട്ടിലാക്കി തന്നില്ലേ, വിരിപ്പാക്കി തന്നില്ലേ എന്ന് ചോദിക്കുക. എന്നിട്ട് എന്താ കൂട്ടരെ നിങ്ങൾ ഇങ്ങനെ നന്ദി കേട് ചെയ്യുന്നത് എന്ന് നമ്മളെ വക ഒരു അടിക്കുറിപ്പ് കൊടുത്താൽ, ഖുർആനിൽ ചേർക്കാനല്ല പറഞ്ഞ്, ആശയത്തിന്റെ പിന്നാലെ ഒരു അടിക്കുറിപ്പ്, അലം നജ്അലിൽ അർള മിഹാദ എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും എന്താ കൂട്ടരെ നിങ്ങൾ എന്നോട് ഇങ്ങനെ നന്ദികേട് ചെയ്യുന്നത്, വഹലക്കനാക്കും അസുവാജ, നിങ്ങൾ ഇണകളായി സൃഷ്ടിച്ചു, നിങ്ങൾ എല്ലാവരും പുരുഷന്മാരായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ദുസ്സഹമായിരുന്നു, പക്ഷേ വികാര ശമനത്തിനു വേണ്ടി നിങ്ങൾക്ക് ഇണയെ നൽകി അനുഗ്രഹിച്ചു, എന്നിട്ടും എന്ത് കൂട്ടരെ നിങ്ങൾ ഇങ്ങനെ എന്ന് അള്ളാഹു വളരെ വേദനയോടുകൂടി ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആൻ ആയത്ത് കേട്ടിട്ട് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇനി ചില പള്ളിയിൽ പണ്ടൊരിക്കൽ ഒരാള് തലശ്ശേരി, ഈ പള്ളിയിൽ ഇവിടെ പ്രസ്തുത സഹോദരൻ ഇല്ല എന്ന് വിചാരിക്കാം, തലശ്ശേരി പള്ളി ഒരാള് ഈ സുന്നി കുടുംബത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു. ആ സുന്നി പള്ളിയിലെ വലിയ ഔലിയ, വലിയ ഉന്നതമായ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മൂപ്പര് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് ഒരു വെള്ളിയാഴ്ച ഈ പള്ളിയിൽ വെച്ച് സ്വബഹിസ്കരിച്ചു. 2 ആക്ഷേപം മൂപ്പർക്ക് ഉണ്ടായത്. ഒന്ന്, മൂപ്പര് ജീവിതത്തിൽ ഒരിക്കലും നമസ്കരിച്ചിട്ടില്ല സ്വബഹി 3 റക്അത്ത്. എന്താ കാരണം? തിരിച്ചിട്ടില്ല മൂപ്പര് അതിലെന്താ, ഇവിടെ വെള്ളിയാഴ്ച സജദ് ഓതിയാൽ തിലാവത്തിന്റെ ഒരൊറ്റ പോക്ക് ഇമാമ സുജൂദിലേക്ക് പോകും.
കാരണം മൂപ്പരിക്ക് ഇത് അറിയില്ല. അവിടെ വല്ലസരി ഇന്നായത്തിനാക്കി അലന്തർ കൈഫിയും കുലാവുദറബിൽ ഫൽക്കി കുലാവുദറബിൻ നാസിൽ ഓതൽ വേറെ ഓതൂല. ആ പാട്ട് ഇങ്ങനെ അടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 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 അടിക്കുന്നല്ലാതെ ഇവിടെ വന്ന് തിലാവത്തിന്റെ സുജൂദുള്ള അധ്യായം ഓതിയിട്ട് ഇമാമ് സുജൂദിലേക്ക് പോയപ്പോൾ മൂപ്പരും പോയി സുജൂദ്. കാരണം മൂപ്പരായിട്ട് കുത്തനെ നിന്നാ വഷളാവുമല്ലോ. മൂപ്പരും പോയി സുജൂദിലേക്ക്. പിന്നെ ഒരു 12-14 മിനിറ്റ് നമസ്കരിച്ച് കഴിഞ്ഞ് മൂപ്പരും അറിയാൻ ഇങ്ങനത്തെ നിസ്കാരം ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് ഇത്രയും നേരം സ്വബഹിസ്കരിക്കുക എന്തിനെൻ്റെ ആവശ്യം? 10-14 മിനിറ്റ് സ്വബഹിസ്കാരം, അതിനിടയിൽ ഒരു റക്അത്ത് എക്സ്ട്രാ. എന്താ കാരണം അറിയോ? ഇതിനെക്കുറിച്ച് അറിയില്ല. നമ്മളും പലരും ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരാവർത്തി പാരായണം ചെയ്തവരുണ്ട്, 2 പാരായണം ചെയ്തവരുണ്ടാവും, 3 പാരായണം ചെയ്യാൻ തുടങ്ങിയവരുണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്നാൽ ഇതിലൊക്കെ ഒരു വര കണ്ടിട്ടാ ഖുർആനിൽ ഇടയ്ക്കിടെ ഒരു വര. അത് പ്രിന്റിങ് മിസ്റ്റേക്ക് ആണെന്ന് ആർക്കും തോന്നണ്ട. ചില പ്രിന്റ് ചെയ്യുമ്പോൾ പ്ലേറ്റിന്റെ മഷി അവിടെ ഇവിടെയൊക്കെ ചില പേജിൽ മാത്രം ഇങ്ങനെ വന്നു നിൽക്കുന്നു. എന്താ വിദേശത്തുനിന്ന് വരുന്ന ഖുർആനിലൊക്കെ വര കാണും അല്ല. മറ്റേല് ഖുർആൻ സുജൂദ് ഏതാണെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. കാരണം അതിന്റെ മൂലയിൽ ഒരു ഭാഗത്ത് മാർജിനിൽ ഏതാ അത് ഓർക്കിയാൽ മനസ്സിലാവുള്ളൂ അത് എവിടെയാ സുജൂദ്. അപ്പൊ ആ വര കണ്ടാല് ഇതിന് വര ഇങ്ങനെ ഊതിപ്പോവുക തന്നെ. 14ഓളം സ്ഥലങ്ങളിൽ സുജൂദിന്റെ അടയാളങ്ങൾ അള്ളാഹു ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടയാളങ്ങൾ വന്ന് ഇനി പള്ളിയിൽ വന്ന് സുബ്ഹി നമസ്കരിച്ചൊരു വ്യക്തി എന്ന് കണക്കൂട്ടുക. മൂപ്പര് സുജൂദിലേക്ക് പോയ എന്താ ഓതണ്ട്? എന്തോതണം? എന്തോതണം? ആദ്യം സുബ്ഹാന റബ്ബിയൽ അഅല തസ്ബീഹ് ചൊല്ലിയതിനു ശേഷം സജദ വജ്ഹിലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നോദനം. അപ്പൊ നമ്മൾ ഈ ഖുർആൻ പാരായണം ചെയ്ത ആളുകൾ എത്ര ആൾ സുജൂദ് ചെയ്തിട്ടുണ്ടാവും? എത്ര ആൾ ഇത് ഓതിയിട്ടുണ്ടാവും? എത്ര ആൾ സുജൂദ് ചെയ്തിട്ടുണ്ടാവും? ഈ വര വന്നാൽ എത്ര ആൾ ആ ആയത്ത് പൂർത്തിയായാൽ ഖുർആൻ കമഴ്ത്തി വെച്ച് നേരെ സുജൂദിലേക്ക് പോയി പ്രാർത്ഥിച്ച് വീണ്ടും ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്ന മര്യാദകൾ സ്വീകരിച്ച് എത്ര ആൾ ഉണ്ടാവും? എങ്കിലല്ലേ ഈ സുജൂദ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. സൂറത്തു അലക്ക് പാരായണം ചെയ്താൽ എത്ര വരെ പോക്കുത്? ഞാൻ 2 അങ്ങനെയല്ല. എന്നറിയോ പറയുന്നവന് ഇടങ്ങാറുണ്ടാവില്ല, കേൾക്കുന്ന ആൾ വിചാരിക്കും എങ്ങനെയാ ഇപ്പം ഞാൻ മൂപ്പരം ഒന്ന് എണീച്ചു പോകാം, അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ അല്ലേ. അതുകൊണ്ട് പറയാം. അപ്പോൾ ഈ സുജൂദ് വന്നാൽ എന്ത് ചെയ്യണം? തിലാവത്തിന്റെ സുജൂദ് വന്നാൽ ഇതെങ്ങനെ പഠിക്കുക? ഈ 14 ഈ വിഷയങ്ങൾ നമ്മൾക്ക് വര കിട്ടിയിട്ട് എത്ര ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ സാധിച്ച്? ഇമാമിന്റെ കൂടെ സുജൂദ് ചെയ്താൽ എത്ര ആളുകൾക്ക് ഇത് പ്രാർത്ഥന പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇത് പഠിക്കാൻ സാധിക്കുന്നത് എവിടെയാ? ഇബാദുർ റഹ്മാന്റെ ഗുണവിശേഷണങ്ങളെ കുറിച്ച് പറഞ്ഞ ഭാഗത്തും വിശ്വാസികൾ ആര് എന്ന് വ്യക്തമാക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് സൂറത്തു സജ്ദ 15 അല്ലാഹു ഇന്നമൽ മുഅ്മിനൂന എന്നാണ്. ഇന്നമൽ മുഅ്മിനൂന എന്ന് പറഞ്ഞാൽ തുടരെ വരുന്ന വിഷയങ്ങൾ പാലിച്ചവർ മാത്രമേ വിശ്വാസികളാവുള്ളൂ. തുടരെ വരുന്ന വിഷയങ്ങൾ പാലിച്ചവർ മാത്രമേ വിശ്വാസികളാവുള്ളൂ. ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്നുന്ന ആളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഇന്നമാ യുഅ്മിനു ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നുള്ളൂ. അല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറൂ സുജ്ജദൻ, ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ അവർ സുജൂദിലേക്ക് വീഴും. വസബ്ബഹു ബിഹംദി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് അവർ സ്തോത്രകീർത്തനം നടത്തും. വഹും ലാ യസ്തക്ബിറൂൻ, അവർ അഹംഭാവം നടിക്കൂല. അപ്പൊ തിലാവത്തിന്റെ സുജൂദിന്റെ അടയാളങ്ങൾ കണ്ടിട്ട് സുജൂദ് ചെയ്യാത്തവൻ ആരാ? ഖിബ്റനാണ്. തിലാവത്തിന്റെ സുജൂദിന്റെ അടയാളങ്ങൾ കണ്ടിട്ട് സുജൂദ് ചെയ്യാത്തവൻ അള്ളാഹുവിന്റെ ഭാഷയിൽ പറഞ്ഞ ഖിബ്റന, അഹങ്കാരിയാണ്. ഇന്നമാ യുഅ്മിനു, മാത്രമല്ല സുജൂദ് ചെയ്യാത്തവൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വേണ്ടത്ര വിശ്വാസമില്ലാത്തവനുമാണ്. ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം. ഇനി ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങൾ വിശദീകരിക്കുന്ന സൂറത്ത് ഫുർഖാന്റെ അവസാന ഭാഗത്ത് കാണാം. ഈ 11ഓളം വിശേഷണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അവർ വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉമ്യാന, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെടുന്നതായാൽ അവർ അന്ധന്മാരും ബധിരന്മാരുമായി കൊണ്ടതിൽ വീഴുകയില്ല. വേണ്ട പരിഗണന അവർ ആ ദൃഷ്ടാന്തത്തിന് നൽകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം, തിലാവത്തിന്റെ സുജൂദിലെ പ്രാർത്ഥന, അത് പഠിക്കേണ്ടത് ഖുർആൻ ക്ലാസ്സിൽ നിന്നാണ്.
അത് അന്നേരം ചോദിക്കും പ്രാർത്ഥനാ പുസ്തകത്തിൽ ഉണ്ടാവില്ലേ? എത്ര ആളെ വീട്ടിൽ എത്ര പ്രാർത്ഥനാ പുസ്തകം ഉണ്ടാവും? എണ്ണം സമ്മേളനം കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും. ഓരോ സമ്മേളനത്തിന് പോയിട്ട് ഓരോ പ്രാർത്ഥനാ പുസ്തകം വാങ്ങും. എന്നിട്ട് കണ്ടുറ്റി പേടിപ്പിക്കും മക്കളെ, തൊട്ടുവരുത് എന്താ, എന്നിട്ട് അലമാരയിൽ വെക്കും മൂപ്പരെ കളക്ഷൻസ്. ആരെങ്കിലും സുഹൃത്തുക്കളെ കൊണ്ടുവന്നാൽ ഇവിടെ കുറേ, ഞാൻ എല്ലാ സമ്മേളനത്തിനും ഓരോന്ന് വാങ്ങും. ഇന്ന് എന്തെങ്കിലും ഉണ്ടാവോ? ഒരു പ്രാർത്ഥനയുമില്ല. എന്തെങ്കിലും അതിലുണ്ടാവില്ലേ? സുജൂദിന്റെ അടയാളങ്ങൾ വന്നാൽ തിലാവത്തിന്റെ സുജൂദിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ? അപ്പൊ ഇത് ഖുർആൻ കൊണ്ട് മാറ്റം. പലിശയിൽ നമുക്ക് മാറ്റമുണ്ടായിട്ടുണ്ടോ? മദ്യത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ? വ്യഭിചാരത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ? സംഗീതം ഉപയോഗിക്കുന്നതിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ? മാതാപിതാക്കളോടുള്ള സഹവാസത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞല്ലോ സൂറത്തു ഇസ്രായിലെ 23, 24 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഹ്ഫദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹമുമാ കമാ റബ്ബയാനി സഗീറ. എത്ര ആൾക്ക് പ്രായമെത്തിയ മാതാപിതാക്കൾ ഉണ്ടാവും? ഓരോട് എങ്ങനെയാ കണ്ണുരുട്ടി പേടിപ്പിക്കും. ചിലപ്പോ കണ്ണുരുട്ടി പേടിപ്പിക്കും. ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്ന പൊതുവെ വയസ്സായി കഴിഞ്ഞാൽ പിച്ചുപിയും പറയുന്നത് നെജറുണ്ടാവില്ല എന്നൊക്കെ ചില നാടൻ ഭാഷയെ പറയാറുണ്ട്. ഓരിങ്ങനെ നെജറില്ലാത്ത വർത്താനം പറയാൻ പറഞ്ഞ ഉപ്പ വരുന്നുണ്ടേ, മുണ്ടണ്ടേ, മൂപ്പരെന്തേം പറഞ്ഞാലോ, മൂപ്പരെന്തേ, ഇത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു അവസ്ഥ എല്ലാവർക്കും വേണമെങ്കിൽ അള്ളാഹുവിന് സാധിക്കും ഉണ്ടാക്കാൻ. എന്താ? അറിവിന് ശേഷം അറിവില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുന്ന ഒരവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹുവിനോട് ശരണം തേടി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അർദലിൽ ഉമർ, വാർദ്ധക്യത്തിന്റെ ദുർബലാവസ്ഥയെ തൊട്ട് നാദാ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. എന്താ? അറിയാതെ പറഞ്ഞു പോവുക, അറിയാതെ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു പോവുക, കഴിഞ്ഞ അറിവൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മറന്നുപോയിക്കൊണ്ട് അറിവില്ലാത്ത കുറെ വിഷയങ്ങൾ പറയുക. അപ്പൊ ഖുർആൻ പഠിക്കണമെങ്കിൽ അത് ഖുർആൻ പഠിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അന്നത്തെ സ്വഹാബത്തിന്റെ അവസ്ഥയും ഇന്നത്തെ സത്യവിശ്വാസികളുടെ അവസ്ഥയും പരിശോധിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സ്വഹാബത്ത്, പ്രത്യേകിച്ച് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുർആൻ പഠിക്കാൻ പോയത് ഒളിഞ്ഞും പാത്തും കൊണ്ടാ. മാതാവ് അറിയരുത്, മാതാവിന്റെ കുടുംബക്കാരറിയരുത്, ഞാൻ ക്ലാസ്സിൽ പോകുന്ന ആരും അറിയരുത്. ഇന്ന് നമ്മളെ അവസ്ഥ നേരെ തിരിച്ചാ. ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലുള്ള ആളുകൾ കാണാതിരിക്കുവാൻ ഒളിഞ്ഞും പാത്തും കൊണ്ട് നടക്കൂ. ഇല്ല, നമ്മളെ അവസ്ഥ അല്ലെ, അഥവാ പള്ളിയിൽ എത്തിപ്പോയി ക്ലാസ് ഇറക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഇനിയിപ്പോ എന്താ ചെയ്യാം, ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് ഒഴിവാൻ, ഒരു ധരിച്ച നേരെ തിരിച്ച എങ്ങനെയാണ് ഈ ഖുർആൻ എന്ന് പഠിക്കാൻ സാധിക്കുക? നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ പ്രമാണം ഖുർആന സുന്നത്തുമാണ്, അത് വാക്കിലാണ്, പ്രവൃത്തിയിലില്ല. പ്രമാണം ഖുർആന സുന്നത്തുമാണ്, അത് വാക്കിൽ മാത്രമാണ്, പ്രവൃത്തിയിലില്ല. പ്രവൃത്തിയിലാണെങ്കിൽ എന്തുണ്ടാ? ഖുർആനിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. കാരണം അള്ളാഹുവിന്റെ കലാമാണ്. അത് എത്ര അറിവില്ല എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ അറിവ്. അറിവില്ല എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ അറിവ്. ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വഹാബത്തിന്റെ മാർഗത്തിൽ എത്താനാ പ്രാർത്ഥിക്കുന്നത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യിന വസ്സിദ്ദീഖിന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. മിസ്അബ് റളിയല്ലാഹു അൻഹു ചെന്ന സ്വർഗത്തിലേക്ക് നമ്മളെ എങ്ങാനും അള്ളാഹു പ്രവേശിപ്പിച്ചെന്ന് കരുതുക. അള്ളാഹു പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞോളി, അത് യാതൊരു ടാക്സും ഇല്ല, പറഞ്ഞോളി. പ്രവേശിക്കുമാറാ. അങ്ങനെ സ്വർഗത്തിൽ എത്തി എന്ന് കണക്കാക്കുക. നമ്മൾ തൊട്ട് മുന്നിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത് നമുക്ക് മൂപ്പര് മുഖത്ത് നോക്കാൻ കഴിയുമോ? എന്താ? മൂപ്പര് പഠിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ പഠിക്കാൻ പോയിട്ട് മൂപ്പര് വീട്ടിൽ വേലക്കാരൻ മൂപ്പരെ അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ മിസ്അബ് ഉണ്ട്, വഴിതെറ്റി നടക്കുന്നുണ്ട്. അങ്ങനെ ശാസിച്ച് ഖുർആൻ ക്ലാസ്സിൽ പോകാതിരിക്കാൻ വേണ്ട അഭ്യാസങ്ങളൊക്കെ നടത്തിയിട്ട് ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയ വ്യക്തിയാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. എന്താ? ചെറിയ പ്രായത്തിൽ വെള്ളിക്കരണ്ടി കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭാഗ്യം ലഭിച്ച, ഓരോ നേരത്തും ഓരോ വസ്ത്രം ധരിക്കുവാനും ഓരോ നേരത്തും ഓരോ സുഗന്ധം പൂശുവാനും ഭാഗ്യം ലഭിച്ച ശ്രേഷ്ഠനായ സ്വഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അള്ളാഹുവിന്റെ കലാമിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ലാസ്സിലേക്ക് പോയതുപോലെ എങ്കിലും നമുക്കൊന്ന് ഈ ഖുർആനിനെ സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ച് നോക്കണം. ഖുർആനിന്റെ ചോദ്യമുണ്ട്. സൂറത്തു നജ്മിലെ 59 മുതൽ 62 വരെ ആയത്തിൽ അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ വതൽഹഖൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ ഫസ്സൂലില്ലാഹി വഫഅബുദൂ. അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, അപ്പോൾ ആ വാർത്തയെ പറ്റി നിങ്ങൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണോ? വതൽഹഖൂന വലാ തബ്കൂൻ, നിങ്ങൾ ചിരിക്കുകയാണോ, കരയുന്നില്ലേ? അല്ലാഹു നമ്മളോടാ ചോദിക്കുക, നിങ്ങൾ ചിരിക്കുകയാണോ? നമ്മൾ ചിരിക്കണമെങ്കിൽ മണിക്കൂറുകളോളം ചിരിക്കാം. കരഞ്ഞ വാപ്പ മരിച്ചാൽ തന്നെ കണ്ണുനീര് വരൂല. ഇപ്പോ കാരണം ഒന്ന് പോയി കിട്ടിയെന്ന്.
ബാപ്പ മരിച്ചാൽ തന്നെ എന്നാ പോയി കിട്ടി. കാരണം മൂപ്പര് ഉള്ളപ്പം നോക്കാണ്ടിരിക്കാനും കഴിയില്ല, എന്താ കഴിച്ചിട്ട് ഇറക്കാനും മേല, മതിരിച്ചിട്ട് തുപ്പാനും മേലാണ്. മൂപ്പര് ഉള്ളപ്പോ അവസ്ഥ എന്താ, മരിച്ചപ്പോ എന്താ ഭയങ്കര പ്രയാസമാണ്. വാപ്പ പോയിട്ട് ഭയങ്കര ടെൻഷനല്ല, ഇത് പോയി കിട്ടിയോടുള്ള സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ അത്തരം അവസ്ഥയിലൊന്ന് കരഞ്ഞാൽ, അല്ലെങ്കിൽ പീടിയെ കള്ളം കയറിയല്ല പിന്നെ കരയാ. എടുക്കണ്ട എന്ന് തന്നെ സ്ഥിരം എടുക്കുന്ന നോട്ട് കെട്ടൊക്കെ പീടിയയിൽ വെച്ചിട്ട് അന്ന് ആദ്യമായിട്ട് പീടിയ പൈസ വെച്ചതാ, അതാരോ മനസ്സിലാക്കി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാല് അന്നാണ് വിട്ട് നിലവിളിക്കുക. കയ്യിലുള്ളത് വില കൂടിയ നഷ്ടപ്പെട്ടാൽ അത് ബാപ്പ മരിച്ചാലും ചിലപ്പോൾ കരയില്ല. എന്നാൽ ഈ ഖുർആൻ ചോദിക്കുന്നത് തൽഹഖൂന വലാ തബ്കൂൻ, നിങ്ങൾ ചിരിക്കാണ് കരയുന്നില്ലേ? അന്തും സാമിദൂൻ, നിങ്ങൾ ഇങ്ങനെ അശ്രദ്ധയിൽ കഴിയാണോ? സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ചിന്തയില്ലേ? നിങ്ങൾ ഇങ്ങനെ ചിരിച്ചോട് നടക്കുകയാണോ? എന്നാ അതപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുക, ഒരായത്ത് കേട്ടിട്ട് അള്ളാഹുവിന്റെ വചനം കേട്ടിട്ടൊന്ന് നെഞ്ചിലേറ്റുവാൻ, ഒരായത്ത് പഠിക്കാൻ പരിശുദ്ധ ഖുർആനിന്റെ ഒരു വിദ്യാർത്ഥിയായി തീരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളിനെ കുറിച്ച് ഇമാം അബൂദാവൂദ് റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ ആശയം, അത് മസലുൽ മുഅ്മിനുൽ ലദീ യഖറഉൽ ഖുർആന മസലുൽ ഉത്റുജ റീഹുഹാ ത്വയ്യിബുൻ വതഅമുഹാ ത്വയ്യിബുൻ. ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ പഠിച്ച അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സത്യവിശ്വാസിയുടെ ഉപമ ഒരു നാരങ്ങ പോലെയാണ്. ഒരു മധുര നാരങ്ങ എന്താ, അതിന്റെ സുഗന്ധം, അതിന്റെ ഗന്ധം നല്ലതാണ്, രുചിയും നല്ലതാണ്. ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന അഥവാ അത് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ഒരുത്തനെന്തുണ്ടാവും, അതിന്റെ സുഗന്ധം നല്ലതാണ്, അതിന്റെ രുചിയും നല്ലതാണ്. അതായത് ആ പാരായണം ചെയ്യുന്ന മര്യാദ കാണിക്കുന്ന ഒരുത്തൻ, അവന്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ നന്മ മാത്രമേ വരികയുള്ളൂ, അവന്റെ ജീവിതം ആകെ നന്മയിലായിരിക്കും. അപ്പോ അത് രുചിയും നല്ലതാണ്, സുഗന്ധവും നല്ലതാണ്. ഇനി ഖുർആൻ പാരായണം ചെയ്യാത്തൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് അതൊരു കാരക്കയെ പോലെയാണ്. കാരക്കൊക്കെ പൊതുവെ മണമൊന്നുമില്ലല്ലോ, പക്ഷെ തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവും. നമുക്കും പലപ്പോഴും കാരക്കയോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. നോമ്പ് മുറിക്കുന്ന സമയത്ത് കാരക്ക കൈക്കോട്ട് കൊടുത്താല് പഠിച്ചോൻ ഇതെന്താ ചെയ്യാൻ, കാരണം പ്രയാസമുള്ള സാധന. നോമ്പ് മുറിക്കുന്ന സമയത്ത് കാരക്ക കൈ കിട്ടി സാധാരണഗതിയിൽ ആളുകൾ ധരിച്ചു പോകുന്നൊരവസ്ഥ. ഈ കാരക്ക, ഈ ഉണങ്ങിയ സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും, കാരണം അടുത്ത സ്റ്റെപ്പ് വേഗം ആവണമെങ്കിൽ അതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴെങ്കിൽ കിട്ടണ്ടേ എന്നാ ധരിക്കാം. അപ്പൊ ഒരു കാരക്കക്ക് ഗന്ധമില്ല, പക്ഷെ എന്താ, രുചി നല്ലതാ. സത്യവിശ്വാസിക്ക് അവന്റെ ക്വാളിറ്റി ഉണ്ടാവും. പക്ഷെ ഖുർആൻ പാരായണം ചെയ്യുകയോ ഖുർആൻ പഠിക്കുകയോ ചെയ്യാതെ അങ്ങനെ അതിനോട് ആത്മബന്ധം ഇല്ലാത്തത് കൊണ്ട് തന്നെയും അതിന് ഗന്ധമൊന്നുമില്ല, മണമൊന്നുമില്ല, പക്ഷെ രുചി നല്ലതാണ്. പാരായണം ചെയ്യുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു ഫാസിക്കിന്റെ അവസ്ഥ, ഒരു അധർമ്മകാരിയുടെ അവസ്ഥ, അത് ചെട്ടിപ്പൂവിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്. അതിന്റെ ഗന്ധം നല്ലതാണ്, പക്ഷെ രുചി കയ്പ. ചെട്ടിപ്പൂവ് ആരെങ്കിലും എടുത്ത് വായിലിട്ട് നോക്കിയാലോ അത് കഴിക്കും. അത് പുറത്ത് പരിമളം പരത്തുമെങ്കിലും ഉള്ളിലൊന്നുമില്ല, പോക്ക് കേസാണ്. എന്നാൽ ചെയ്യാത്ത അധർമ്മകാരിയെ സംബന്ധിച്ചിടത്തോളം, ഫാസിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ആട്ടങ്ങയെ പോലെയാണ്. അതിന് രുചിയോ ഇല്ല, അതിന്റെ ഗന്ധമില്ല, അതിന് രുചി കയ്പുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ നാരങ്ങ ചുരുക്കി പറയാം, നാരങ്ങയാകുമോ എന്നുള്ളതാണ്. നാരങ്ങയാവാൻ ഇനിയിപ്പം വേറെ ദുർവ്യാഖ്യാനൊന്നും വേണ്ട. പലപ്പോഴും ഓൻ പറഞ്ഞിട്ട് നാരങ്ങയാവാൻ സാധിക്കുമോ, എനിക്ക് നാരങ്ങയാവാൻ, നാരങ്ങയുടെ ക്വാളിറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയുള്ള നാരങ്ങയുടെ ക്വാളിറ്റി ഈ ഹദീസ് തുടർന്ന് വരുന്നത്, ഒരു കസ്തൂരി വിൽപ്പനക്കാരന്റെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥ. അവന്റെ കൂടെ നിന്നാൽ കസ്തൂരി സ്വന്തമാക്കാൻ സാധിക്കുന്നതിൽ എന്തുണ്ടാവും, ഈ കസ്തൂരിന്റെ പരിമളം കൂടെ നിൽക്കുന്നവരുണ്ടാവും. ഒരു നല്ല സച്ചരിതനായ കൂട്ടുകാരിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഒരുത്തൻ അവന്റെ സഹോദരന്റെ മതത്തിലാണ്, അതുകൊണ്ട് ആരെയാണ് ചങ്ങാതിയെ സ്വീകരിക്കുക എന്ന് അവർ നോക്കിക്കൊള്ളട്ടെ. ഇന്റിമേറ്റ് ഫ്രണ്ട് പലപ്പോഴും ബഹുദൈവ വിശ്വാസികളായിരിക്കും പലർക്കും, അല്ലെങ്കിൽ പങ്കുചേർക്കുന്നവരായിരിക്കും. പാർട്ണർമാർ പലപ്പോഴും അങ്ങനെയായിരിക്കും, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരായിരിക്കും പാർട്ണർമാർ. കച്ചവടത്തിൽ പറഞ്ഞ അതിലൊക്കെ നമ്മൾ എന്തായാലും കച്ചവടത്തിൽ മൂപ്പർ വളരെ നീറ്റാണ്. അത് ഒരു സുഹൃത്ത്, കണ്ണൂർ ജില്ലയിലെ ഒരു സുഹൃത്ത് പ്യാപ്പളിനെയും കൂട്ടി കച്ചവടം തുടങ്ങി. പെങ്ങളെ പ്യാപ്പള അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ്. മൂപ്പര് നബിദിനൊക്കെ കങ്കേമം കഴിക്കും. ഈ അളിയൻ ഒരു മുജാഹിദ് ആശയക്കാരനാണ്. രണ്ടാളും കൊണ്ട് കച്ചവടം തുടങ്ങി. ഞാൻ അന്നേരെ പറഞ്ഞിട്ട് ഇത് വലിയ അപകടം ചെയ്യുമെന്നുള്ളത്. കാരണം അങ്ങനെ ഈ പുതിയാപ്പള അളിയനെ ഭീഷണിപ്പെടുത്തി എന്താണെന്നറിയോ, നബിദിനത്തിനെങ്ങാനും നീ പീടിയ തുറന്നാ ഇന്റെ പെങ്ങൾ ഞാൻ മൊയ് ചൊല്ലുവന്നു. ഇത് പുതിയാപ്പള അളിയനെ ഭീഷണിപ്പെടുത്തിയത്, നബിദിനത്തിനെങ്ങാനും നീ പീടിയ തുറന്നാൽ ഞാൻ നിന്റെ പെങ്ങളെ മൊയ് ചൊല്ലും. അപ്പോ മൂപ്പര് സെമീന അത്തൈന, എന്താ അളിയൻ സെമീന അത്തൈന, എന്താ കാരണം,
പെങ്ങളെ മൊയ്തല്ലി കളിയല്ലോ, മൂപ്പർക്ക് ബേജാറ് പെങ്ങൾക്ക് പ്യാപ്പളിയിലുണ്ടായി പോയല്ലോ. അത്ര പോലും നീ എന്റെ പെങ്ങളെ മൊയ്തല്ലിയാൽ തിരക്കില്ല, നബിദിനത്തിന് ഞാൻ പീഡ തീർക്കും എന്ന് പറയാൻ ചങ്കൂറ്റം ഈ മുജാഹിദിനില്ല, കേറിയിട്ടില്ല. എന്ത് ഇത് കേറിയിട്ടില്ല, വേണ്ട വിധത്തിൽ കേറിയിട്ടില്ല. കാരണം പമ്പിൽ കൊണ്ടുപോയിട്ട് ട്യൂബിന് അല്ല ടയറിന് കാറ്റടിച്ചാല് പമ്പിന് തകരാറ് കാറ്റ് കയറില്ലല്ലോ. കുറേ ഇങ്ങനെ അടിച്ചാലും ഇത് കേറുന്നില്ല, ഇതിന്റെ വാൾ ട്യൂബ് തകരാറാണ് എന്ന് പലപ്പോഴും. അതുപോലെ വാൾ ട്യൂബ്, ഹൃദയത്തിന്റെ വാൾ ട്യൂബ് തകരാറ്, അങ്ങോട്ട് കേറിയിട്ടില്ല. അതുകൊണ്ടാണ് മറ്റേ പേടിച്ച് പെങ്ങളെ മൊയ്തുലു എന്ന് പറഞ്ഞപ്പോ വേഗം പേടിച്ച്, വേണ്ട വാൾ ട്യൂബ് തകരാറാ, ഈമാൻ കേറിയിട്ടില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചോ ഈ ഖുർആൻ അള്ളാഹുവിന്റെ കലാം അത് കയ്യിലെത്തിയിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സൂറത്ത് മാഇദയിലെ 48-ാമത്തെ ആയത്തിൽ അല്പം സുദീർഘமான ആയത്ത് അള്ളാഹുടെ ഒരു വർത്തമാനം പറയുന്നുണ്ട്. വലാകിൽ യബ്ലുവ ഫീമാ ആതാക്കും, നിങ്ങൾക്ക് നൽകിയതിനെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അഥവാ പരിശുദ്ധ ഖുർആനാകുന്ന മാർഗദർശനം നമ്മുടെ കയ്യിലെത്തിയിട്ട് നമുക്ക് നന്നാവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് ചെന്നിട്ട് വിലാപം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഖുർആൻ പഠിച്ചോളി നല്ലോണം. ഖുർആന്റെ വക്താക്കളെ രക്ഷപ്പെടാൻ സാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മുശ്രിക്കുകൾക്കെതിരെ പ്രയോഗം നടത്തിയെന്ന് ഖുർആൻ ഇത് നാളെ സത്യവിശ്വാസികൾക്കെതിരെയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഉമ്മത്തിനെതിരെയും പ്രഖ്യാപിക്കുമെന്നുള്ള വചനം ഖുർആൻ സൂറത്ത് ഫുർഖാനിലെ 30-ാമത്തെ ആയത്തിൽ വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ച് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ ഈ ആളുകൾ നിന്റെ ഈ ഖുർആനിനെ അവഗണിച്ച് തള്ളിയവരാകുന്നു. നാളെ പരലോകത്ത് ചെന്നിട്ട് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ പ്രവാചകന്റെ കയറി നടന്നെടുക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിരെ പറയുന്ന വർത്താന ഖുർആനിന്റെ അനുയായികളാകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകൾക്കെതിരെ സാക്ഷി വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ രക്ഷിതാവേ ഈ വരുന്ന സമൂഹം നിന്റെ ഖുർആനിനെ അവഗണിച്ച് തള്ളിയവരായിരിക്കുന്നു എന്ന് പറഞ്ഞ നമ്മളെ കാര്യം എന്തായിരിക്കും? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക. പരിശുദ്ധ റമദാൻ പണ്ടൊക്കെ ചെറിയ പ്രായത്തിൽ ഖുർആനിന് ഒരു കവർ കാണാം, അതിന്റെ വാലിനായിരിക്കും നീളം കൂടുതൽ. എന്തിനാ ചിന്തിച്ചത്? ഇപ്പോഴേ അടുത്ത കാലത്താ ഖുർആനിന് ഒരു കവർ ഇട്ട് കൊടുക്കലുണ്ടല്ലോ, ഇല്ല. പണ്ട് സുന്നി കുടുംബത്തിലൊക്കെ ഖുർആൻ ഒരു കവറുണ്ട്, ഇന്നും ഉണ്ടാവും. അതിന്റെ വാലിന് കുറേ നീളാ. എന്തിനാ? യാദർച്ഛികമായിട്ട് പോലും അതെടുത്ത് നോക്കി പോകരുത്, അത്രമാത്രം ചുറ്റുണ്ടാവും. അതിന്റെ വാലിന് നീളം കുറവാണെങ്കിൽ പെട്ടെന്നൊന്ന് അഥവാ ഒന്ന് ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലത് മണ്ണ് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനെങ്കിൽ ഒന്ന് എടുത്ത് പുറത്തു നോക്കും. ഇത് ഒരിക്കലും എടുത്തു നോക്കരുത് എന്നൊരു കുറേ ഒരു 12 ചുറ്റി അതിൻ്റെ ഉള്ളിൽ തിരികി അത് അലമാറിന്റെ മേലെ ഭദ്രമായി വെക്കുന്ന ഒരവസ്ഥ. ഇതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം പാരായണത്തെ സംബന്ധിച്ചുണ്ടായി, ഖുർആൻ വചനങ്ങൾ കേൾക്കുന്ന സമയത്ത് വിഷയത്തെ സംബന്ധിച്ചുണ്ടായി. പക്ഷെ പഠിക്കുന്ന സമയത്തെ സംബന്ധിച്ചാണ് പലർക്കും എതിർപ്പ്, അല്ലേ? ഡോക്ടർ ഇപ്പോൾ ഈ പ്രായം എത്തിയിട്ട് മൂപ്പര് പഠനം കൃത്യമായി നടത്തുന്നുണ്ട്, മൂപ്പർക്ക് കയറായിക്കൊന്നുമില്ല. അന്നേരം ചോദിക്കൂ, ക്ഷമിക്കണേ പറയുന്നതിന്, എൻ്റെ അമൽ നിങ്ങൾക്ക് തരാൻ കഴിയില്ല, അല്ലേ? മൂപ്പര് പഠിച്ചോണ്ടല്ലേ ഡോക്ടറായിരുന്നു, അല്ലേ? ഇത് നമ്മൾ പറയില്ല. മൂപ്പർക്ക് പണ്ടേ പഠിക്കാൻ കഴിവെടുത്തിട്ടുണ്ട്. എന്നാൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വിജ്ഞാനത്തെ സംബന്ധിച്ച് ഏത് വിജ്ഞാനമാണ് സമ്പാദിക്കേണ്ടത്? സൂറത്ത് ബഖറ 269 യുഉത്തിൽ ഹിക്മത മയ്യശാഉ വ യുഉത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കതീറ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വിജ്ഞാനം നൽകുന്നു. ആർക്ക് വിജ്ഞാനം നൽകപ്പെട്ടുവോ ധാരാളം നന്മ നൽകി കഴിഞ്ഞു. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരല്ലാതെ ചിന്തിക്കൂല. അപ്പൊ മതപരമായ വിജ്ഞാനമാണ് നേടിയെടുക്കേണ്ടത്. അത് ഖുർആൻ ക്ലാസ്സിലൂടെ സാധിക്കുള്ളൂ. പലപ്പോഴും ചിലപ്പോൾ എൻ്റെ മുന്നിക്ക് സഹോദരങ്ങളൊക്കെ പ്രഖ്യാപിച്ചേക്കാം, ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞാൽ ഖുർആൻ ക്ലാസ് തരും. ആദ്യം തന്നെ വന്നിട്ട് ഇങ്ങനെ പഠിച്ച് ആദ്യത്തെ ആയത്തൊക്കെ പഠിക്കും, 2-ാമത്തെ ആയത്ത് പഠിക്കും, 3-ാമത്തെ ആയത്ത് പഠിക്കും, 4-ാമത്തെ ആയത്ത് എത്തുമ്പോൾ പിന്നെ ഭൗതികത ഇബ്ലീസ് വിടൂലല്ലോ. മൂപ്പര് കൃത്യമായി പിന്നാലെ വരും, പഠിക്കണ്ട, ഇതെനിക്ക് കയറൂല, എനിക്ക് ബാക്കിയെല്ലാം കയറും, ഇത് കയറൂല. വയസ്സായിട്ട് അങ്ങ് എത്തിക്കഴിഞ്ഞാലും വയോജന വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ ചെന്നിട്ട് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ ചെന്നിട്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി നോക്കും, എങ്ങനെയൊക്കെ സ്വായത്തമാക്കണോ. അത്ര പോലും ഒരാവർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിദ്യാർത്ഥിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന ശ്രേഷ്ഠനായ പണ്ഡിതൻ. അദ്ദേഹത്തിന് വയസ്സ് ചരിത്രം രേഖപ്പെടുത്തിയത് 93. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 41 വയസ്സ്. എത്ര വ്യത്യാസം! 52 വയസ്സാണ് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള അന്തരം. അപ്പോൾ അത് മതപഠനം നടത്തിയെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ഖുർആനിന്റെ വക്താക്കളാണ് എന്ന് കണക്കാക്കിക്കൊണ്ട്
ആരെയും അള്ളാഹു രക്ഷപ്പെടുത്തില്ല. പരിഗണിക്കണം, ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ കുറിച്ച് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാന ഖുൽഖുൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം അത് ഖുർആൻ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഉണ്ടാകുന്ന എന്താ മാറ്റം? ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാവും. ഹദീസുകൾ കേട്ടാൽ, ക്ലാസ്സിൽ നിന്ന് പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നത് കേട്ടാൽ, ഇനിയൊരിക്കലും ഞാനിത് ചെയ്യുകയില്ല, ഞാനൊരിക്കലും ശ്രീധരനുള്ള കല്യാണത്തിന് പോകുകയില്ല, ഞാനൊരിക്കലും എൻ്റെ ഭാര്യയെ അകാരണമായി ശാസിക്കുകയില്ല, ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറും, എൻ്റെ മക്കളെ ഇസ്ലാമിക ചുറ്റുപാടിൽ വളർത്തും, ഞാനൊരിക്കലും ഭൗതികതയ്ക്ക് അടിമപ്പെടുകയില്ല എന്നൊക്കെ മനസ്സിലാക്കി കിട്ടണമെങ്കിൽ അത് ഖുർആൻ ക്ലാസ് എന്നേ സാധിക്കുള്ളൂ, വേറെയോടും സാധിക്കില്ല. പിന്നെ ദൈനംദിനം ഗുളിക പോലെയൊന്നും ഉരുട്ടിയിട്ടൊന്നും ഒരു കാലത്തും ഇത് ഖുർആനൊന്നും കിട്ടൂല. ലേശ ശ്രമം എല്ലാ വിഷയത്തിലും വേണം. നമ്മളെ മക്കളോട് പറയില്ലേ, ജനിച്ച ഉടനെ തന്നെ LKG കൊണ്ടേ ചേർക്കുമ്പോൾ പാപ്പാക്കും ഉമ്മാക്കും രണ്ടും ടെൻഷൻ. ഉമ്മാക്ക കൂടുതൽ ടെൻഷൻ. ഉമ്മാക്ക് എന്താ എങ്ങനെയെങ്കിലും ഇത് കലക്ടർ ആവണം. 2 കലക്ടറാ ലോകത്തുള്ളു. ഒരു ഉപ്പാക്ക് 2 മക്കളാണെങ്കിൽ അയലൊക്കക്കാരെ ചോദിക്കും, എന്താണ് എൻ്റെ മക്കൾക്ക് വേണേ? കലക്ടറാണ്. രണ്ടാളും കലക്ടറാണ്. എന്താ പിന്നെ മൂന്നാമത് ചോദിക്കാൻ മൂപ്പർക്ക് ചോദ്യം ഉണ്ടാവില്ല, കാരണം ഇയാൾ സ്വഭാവം മോശം ഉപ്പാന്റെ. അയാൾ മറ്റവനോട് ചോദിക്കും, എന്താ ഈ മൂപ്പര് മക്കൾ 2 കലക്ടറാണ്, ഒന്ന് സബ് കളക്ടറുമാണ്, ഒന്ന് ബിൽ കളക്ടറുമാണ്. 2 കലക്ടറാണ്, ഒന്ന് സബ് കളക്ടറാണ്, ഒന്ന് ബിൽ കളക്ടർ, 2 കലക്ടറാണ്. നമ്മളെ ആഗ്രഹങ്ങളൊക്കെ എല്ലാവരും കലക്ടർ ആവണമെന്ന. അറബി കോളേജിൽ എവിടെയും ചേർത്തുവിടാലോ, ബുദ്ധിമുട്ടല്ലേ. കാരണം ഇത് പറഞ്ഞില്ല, എവിടെ എൻ്റെ മോൻ SLC ചേർത്ത് ഓ CBSE ഇല്ലാതെ വേറെ എവിടെ കിട്ടിയിട്ടില്ല. അറബി കോളേജ് ചേർക്കൽ മഹാപാതകമാണ്. എന്താ? അള്ളാഹുവിന്റെ ഭാഷയാണ്. ഖുർആനൻ അറബിയൻ ഗൈറദി ഇവജിൻ ലഅല്ലഹും യത്തഖൂൻ എന്ന് ഖുർആനിൽ കാണാം. അറബി ഭാഷയിലുള്ള ഖുർആൻ, വക്രതയില്ലാത്ത ഖുർആൻ, നിങ്ങൾ ഭയഭക്തിയുള്ളവരാകുവാൻ വേണ്ടി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഖുർആനിന്റെ വക്താക്കളാണ് ഞാനും നിങ്ങളും. നമ്മളും ഖുർആനും തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്ന് നമ്മളൊന്ന് വിലയിരുത്തണം. എന്താണ് ബന്ധം? തപ്പിത്തടഞ്ഞിട്ടിങ്ങനെ ഓതി ഒരാവർത്തി പൂർത്തിയാക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാ. ഇനി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി വഴിക്ക് വെച്ച് അവസാനിപ്പിച്ച ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഖുർആൻ ക്ലാസ്സിൽ ചേർന്നാൽ പിന്നെ ചില വഴിക്ക് നേരത്തെ പറഞ്ഞ മാതിരി ക്ലാസ്സിലുള്ള ആളുകൾ കാണാതിരിക്കുവാൻ, അല്ലെങ്കിൽ അന്ന് കല്യാണമെങ്കിലും വരണം, എന്നാൽ ക്ലാസ് ഒഴിവാക്കാം. അതുകൊണ്ട് ശൈലി മാറ്റണം. ഖുർആനിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ജീവിതത്തിൽ ജീവിക്കുന്ന ഖുർആനിന്റെ വക്താക്കൾ നമുക്ക് മാറാൻ സാധിക്കണം. അള്ളാഹുവിന്റെ കലാമാണ്. അത് നമ്മൾ ആദ്യം ഉൾക്കൊള്ളേണ്ടത്. നിന്റെ പഠിച്ചവനാണ്, അള്ളാഹുവാണ് അതിലൂടെ സംസാരിക്കുന്നത്. ഖുർആൻ തുറന്നു വെച്ചാൽ സൃഷ്ടിച്ച രക്ഷിതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ കലാം, ലോകത്ത് സൃഷ്ടിച്ച് സംവിധാനിച്ച എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഒന്നും തന്നെയും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഇത് മാഞ്ഞു പോകാത്ത ആ പരമകാരുണ്യകനായ പടച്ചതമ്പുരാന്റെ കലാം, അതൊരാവർത്തി ഒരു ആയത്ത് പഠിക്കാൻ അത് സാധിച്ചാലുള്ള നിർവൃതിയും സായുജ്യവും അത് പറഞ്ഞറിയിക്കാൻ സാധിക്കൂല കൂട്ടരെ. അതൊന്ന് പഠിക്കാൻ സാധിച്ചാൽ, ഒരായത്ത് പഠിക്കാൻ സാധിച്ചാൽ, എനിക്ക് ആയത്തറിയാം, അത് കിബറുണ്ടാവാൻ വേണ്ടി പറഞ്ഞതല്ല. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 2 കാര്യത്തിൽ കിബറാവാം, അല്ല അസൂയാവാം. 2 കാര്യത്തിൽ അസൂയാവാം. ഒന്നൊരാൾക്ക് സമ്പത്ത് അല്ലാഹു നൽകി, അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യഥേഷ്ടം ചെലവഴിച്ചു, ആ വിഷയത്തിൽ അസൂയാവാം. മറ്റൊന്നൊരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ നൽകി, അതുകൊണ്ട് അവൻ പഠിപ്പിക്കുകയും വിധിക്കുകയും ചെയ്യുന്നു, ആ വിഷയത്തിലും അസൂയ എന്ന് പറഞ്ഞാൽ മതപഠനം അനിവാര്യമാണ്. ഭൗതികത കൊണ്ട് ഒന്നും നേടിയെടുക്കാൻ സാധിക്കൂല, ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കൂല. എല്ലാവരും മക്കളെയും കൂടി ആഗ്രഹിക്കുന്നത് അവരുടെ പേരിന്റെ പിന്നാലെ ഒരു ടക്കാണ്. സാധാരണ പണ്ട് ടൈലർമാരും കണ്ട് ഓർക്കും അറിയാം, ഷർട്ടിന്റെ ബാക്കിൽ ഒരു ടക്കുണ്ട്. ഇല്ല, ഷർട്ടിന്റെ ബാക്കിൽ പണ്ട് ഈ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു തുന്നുണ്ട് ചെറുത്, അതിന് ടക്ക് എന്നാ പറയാ. അതുപോലെയാണ് ഇന്നത്തെ മാതാപിതാക്കൾ മക്കളെ പേരിന്റെ ബാക്കിൽ ടക്ക്, M.Tech B.Tech മൊത്തം ടക്ക്, എല്ലാം ടക്കാവണം. ആരും ഖുർആൻ പഠിച്ചെന്ന് തിരക്കല്ല. പണ്ടൊരു സൗഹൃദം എൻ്റെ പെണ്ണുങ്ങളോട് ഓളൊരു അയൽവക്കക്കാരി പറഞ്ഞു, എൻ്റെ മോള് ഇപ്പം +2 ആണ്, +1 എന്തോന്ന് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് ചേർക്കണം മംഗലാപുരത്ത്. പക്ഷേ മദ്രസയിലൊന്നും അയച്ചിട്ടില്ല. ഒരു ഉസ്താദിന് കിട്ടുമെന്ന് എൻ്റെ മൂപ്പരോട് ചോദിക്കണം. ഞാൻ പറഞ്ഞ മറുപടി ഇവിടെ പറയാതിരിക്കാനും പറയാനും സാധിക്കൂല. ഞാൻ പറഞ്ഞത്, ഈ പ്രായത്തിൽ ഉസ്താദിനെ വെച്ച 2 ഗുണം. ഒന്ന് മതപഠനവും കിട്ടും, പ്യാപ്പളുടെ ചെലവും കുറയും എന്ന് പറഞ്ഞു. 2 നടക്കും. പിന്നെ വേണ്ടിയിട്ടില്ല. ഈ 10-17 വയസ്സായ പെണ്ണിന് ഒരു ഉസ്താദിന്റെ മുന്നിൽ കൊണ്ട് ഇരുത്തിയിട്ട് ഖുർആൻ പഠിപ്പിച്ച എങ്ങനെ ഉണ്ടാവും ഒറ്റക്ക്?
ഇതാ അവസ്ഥ നാട്ടിന്റെ ആളുകൾക്ക്. ഇതൊരു സൈഡാണ്. ഈ ഖുർആൻ പഠനം, ഹദീസ് പഠനം ഒരു സൈഡാണ്. അത് ഊർക്ക് താടി നൂലുള്ളാക്കും, നിര്യാണിക്കും വേണ്ടി വസ്തുള്ളാക്കും, അല്ലേ മൊയ്ലാന്മാർക്കും മൊയ്ലും പറഞ്ഞു. നമുക്കൊന്നും പറഞ്ഞില്ല. നമുക്ക് എന്താ പറഞ്ഞാലും, പണ്ടൊരിക്കൽ ഒരാളൊരു ഖുർആൻ ക്ലാസ് കഴിച്ചിട്ട് ഒരാൾ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോൾ അയലോക്കത്ത് 2 വ്യാപിളാരിക്കുന്നുണ്ട് കുടുംബത്തിൽപ്പെട്ടെ. അതിൽ ഒരുത്തൻ പറഞ്ഞെന്താ അറിയോ? അല്ല നിങ്ങളെ ഈനാക്കി എന്ത് ഖുർആൻ ക്ലാസ് എടുക്കലും ദൈവത്തിനോ നമ്മളെ ഈ കച്ചവടത്തിനാക്കി. അപ്പൊ അള്ളാഹ്ക്ക് നമുക്ക് കച്ചവടം ചെയ്തുകൂടാ അല്ലേ? ഒരു മലഞ്ചരക്ക് കച്ചവടക്കാരാ, ഓരോ മലഞ്ചരക്ക് കച്ചവടക്കാൻ ചെയ്യുന്ന ആളാക്കി ഓരെ മാറ്റി നമ്മളെന്താക്കി? ഈ ഖുർആൻ പഠിപ്പിച്ച് ജീവിക്കാനാക്കി. നിങ്ങൾ ഈനും പറ്റും, നമ്മളെ ഈനും പറ്റും. നമ്മളെ ഈന് പറ്റൂല. ഈ മലഞ്ചരക്ക് വിറ്റിട്ട് ക്രയവിക്രയം നടത്തിയിട്ട് പൈസ ഉണ്ടാക്കാൻ നമ്മളെ പറ്റൂല. നമ്മൾ എന്തിനേ പറ്റുള്ളൂ? ഈ ഖുർആൻ പഠിപ്പിക്കാനേ പറ്റുള്ളൂ എന്നാണ് ഓരോ ഭാഷ. ഇതാണ് ഓരോരുത്തരുടെ അവസ്ഥ. അതുകൊണ്ട് ഇതൊന്നും രക്ഷപ്പെടൂല. പരലോകത്തെത്തിയാൽ അല്ല വിടൂല. അള്ളാഹു കൃത്യമായി ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കും, സമയത്തെക്കുറിച്ച് ചോദിക്കും, ലഭിച്ച അറിവിനെ കുറിച്ച് ചോദിക്കും. ഇത് ചോദിക്കാത്ത ഒരു അടി മുന്നോട്ട് നടക്കാൻ സാധിക്കില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് ആത്മപരിശോധന നടത്തുക. മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ മാറ്റം വരുത്താൻ ഉതകുന്ന രൂപത്തിൽ ഖുർആനിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഏറ്റവും അടുത്തുള്ള ഖുർആൻ ക്ലാസ്സിലേക്ക് ഭാര്യാസമേതം പങ്കെടുക്കുക. സാധാരണഗതിയിൽ ഈ റമദാൻ മാസവും ഭാര്യക്ക് എന്താ പണി? ഉരുട്ടലും പരത്തലും. ഓക്ക് അതേ പണിയാണ്, ഉരുട്ടലും പരത്തലും. എന്താ ഉന്നക്കായി ഇറച്ചിപ്പത്തല് രണ്ടില്ലാത്തൊരു ദിവസം പാടില്ല. എന്താ ഉള്ളത്? അഥവാ വിശന്ന് വൈകുന്നേരം കടപ്പുറം ചെന്നിട്ട് നല്ല അയില കേട്ടിട്ട് അതും വാങ്ങും. രാവിലത്തെ വാങ്ങിക്കൊടുത്ത വാട്ടർച്ചിയും കോഴിയും എല്ലാം വീട്ടുണ്ടാവും. അതിങ്ങനെ അതിനോട് യുദ്ധം ചെയ്തിട്ട് ഓള് തീർത്തിട്ടുണ്ടാവില്ല. അന്നേരം മൂപ്പര് ഫ്രഷ് അയില 2 കിലോ വാങ്ങിയിട്ട് കൊണ്ടുപോവുക. ഇത് 2 എണ്ണം പൊരിക്കണ ലേശം മുളയോടും ചെയ്യണേ. ഓളിങ്ങനെ നോക്കി പേടിപ്പിക്കും. അന്നേരം എന്താ ഇതെന്താ ചെയ്യേണ്ടത്? എന്താ ഓളിത് ചെയ്താൽ മതി അല്ലേ? എവിടെയെങ്കിലും ക്ലാസ്സിനോ ക്യാബിനോ എന്താ ഇതിന്റെ ഓളെ കാണാതെ? അല്ല, ഓളതിനൊന്നും പറ്റൂല. ഓളതിന് പറ്റൂല. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ ഞാൻ പറയേണ്ടത് എന്നാ പറ്റുന്നൊരോളയും കൂടെ ഉണ്ടാക്കണം. അല്ല പറഞ്ഞില്ലല്ലോ. ഓളതിന് പറ്റൂലെങ്കിൽ ഇത് പറ്റുന്നൊരോളയും കൂടെ കെട്ടാൻ അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അള്ളാഹ് അനുവദിച്ചതല്ലേ. അള്ളാഹ് സൂറത്ത് നിസായി പറഞ്ഞത് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ. അപ്പൊ അതിന് പറ്റൂലെങ്കിൽ പറ്റുന്ന ഒന്നിനെ കിട്ടിയിട്ട് ഖുർആൻ ക്ലാസ്സിലൊക്കെ കൊണ്ടിറക്കുക. എന്നാ എനിക്ക് എത്ര മാതിരിയുണ്ട്? 2 ഉണ്ട്. ഒന്ന് അടുക്കള പണിക്കാരത്തിയുണ്ട്, ഒന്ന് ഇങ്ങനെ ഖുർആൻ ക്ലാസ്സിൽ. 2 സുഖം ഇല്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് പഠിക്കണം. ഖുർആനാണ്, അത് അള്ളാഹുവിന്റെ കലാമാണ്. ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയുസ് വളരെ നൈമിഷികമാണ്. അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെന്ന എടോ ഞാനൊരു ഖുർആൻ ഇറക്കിയിട്ടുണ്ടല്ലോ, എന്തെങ്കിലും നോക്കി പഠിച്ചൻ അതിന് നേരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ചുറ്റുപാട് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അൻ തഖൂല നഫ്സുൻ യാ ഹസറത അലാ മാ ഫറത്തു ഫീ ജബില്ലാ സൂറത്ത് സുമറിലെ 56-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ കാര്യത്തിൽ ഞങ്ങൾ വീഴ്ച വരുത്തിയല്ലോ എന്ന് നിങ്ങൾ പറയാതിരിക്കുവാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ഇറക്കി തന്ന ഇതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി അമലുകൾ ചെയ്തുകൊണ്ട് ഖുർആനും ഹദീസും പഠിച്ചുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് ആയി പാസ്സായിട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെന്നെത്തുവാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. അതുകൊണ്ട് ഖുർആൻ പഠിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുക. ഇവിടെ ഇരിക്കുന്ന ആളുകൾ അത് പഠിച്ചാൽ അത് ഉൾക്കൊള്ളുക. ഖുർആനിലുണ്ട് ഹദീസിലുണ്ടെന്ന് കേട്ടാൽ ഒരു വൈമനസ്യവും പാടില്ല. സമീനാത്തേന കേട്ടിരിക്കുന്ന അനുസരിക്കുന്നു. അപ്പൊ പണ്ടൊന്നും ഇല്ലാത്ത പുതിയ ഇപ്പം പുതിയത് വന്നിടാ നമ്മളൊന്നും കേൾക്കാത്ത ഇപ്പൊ പറച്ചിൽ കേട്ടാൽ വിചാരിക്കും മൂപ്പര് മതമെല്ലാം കേട്ട് കഴിച്ചിട്ടുണ്ട്. മൂപ്പര് പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഈ പള്ളിയിൽ കുത്തുബ പറഞ്ഞപ്പോൾ ഒരു ഈ ഈദുൽ അദ്ഹയുടെ തൊട്ട് മുന്നത്തെ അയച്ചാൽ തോന്നുന്നുണ്ട്. ഇവിടെ കുത്തുബ പറഞ്ഞു സുഹൃത്ത്. അപ്പൊ മൂപ്പര് സല്ലല്ലാഹു ഒരു ഹദീസ് പറഞ്ഞു, ആർക്കെങ്കിലും കഴിവുണ്ടായിട്ട് ഉലൂഹിയത്ത് ഇറക്കാത്തവൻ എൻ്റെ മുസല്ലിയിലേക്ക് വരേണ്ടതില്ല എന്നൊരു സ്വഹീഹ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ സുഹൃത്തിൻ്റെ ഒരുപാട് കൊല്ലായി പള്ളിയിൽ നിന്ന് കുത്തുബ വെക്കുന്നു. ഇന്ന് വരെ നമ്മളൊന്നും ഇത് വർത്താനം കേട്ടില്ല. ഓരോരുത്തരും വന്നിട്ട് ഓരോ പുതിയത് പറയും. എന്ത് ഓ കേൾക്കാത്തതൊക്കെ പുതിയതാ. അപ്പൊ ഭാഷ എന്താവും? സ്വഹീഹ് മുസ്ലിമും ബുഖാരിയും തുർമുദി ഇബ്നു മാജയും ബൈഹഖിയും എല്ലാം അബൂദാവൂദ് എല്ലാം മൂപ്പര് കലക്കി കുടിച്ച് ഖുർആൻ 6000 ചില്ലാൻ ആയത്തോൾ. പണ്ട് ഇപ്പോഴത്തെ സംഘടനാ വിഷയം വന്നപ്പോൾ ഒരുത്തിന് എനിക്കെതിരെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി പോയി. അപ്പോൾ ഒരു കുടുംബത്തിൽ ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഓൻ്റെ ക്ലാസ്സിന് പോകരുത്. അപ്പോൾ അവിടുത്തെ പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇതെല്ലാം പഠിച്ചു. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇത് ഓരിതെല്ലാം പഠിച്ചു കഴിഞ്ഞു. അവിടെ നിങ്ങൾ പോരുത് ഇനിയെന്ന്. നിങ്ങൾ പോരുത്. കാരണം കാലസർക്കം ഞാനാ എൻ്റെ ക്ലാസ് പോരുത്. ഓരെല്ലാം പഠിച്ചു കഴിഞ്ഞ് പോയി. എന്നാൽ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് വേഷവിധാനം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, മുഖവും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും പഠിച്ചിട്ടില്ല. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ ഖുർആനും ഹദീസും പഠിച്ചിട്ടില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഖുർആൻ നമുക്ക് അള്ളാഹു നൽകിയ അമൂല്യ നിധിയാണ്, വെറുതെ കിട്ടിയ സാധനം, അതുകൊണ്ട് വിലയില്ലാത്തത്.
ഇത് വെറുതെ കിട്ടിയതാണ്. ഒരു ഹൈന്ദവ സുഹൃത്ത് ഖുർആൻ പഠിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നാൽ ഓനറിയാം ഇതിൻ്റെ വില. ഇത് നമ്മൾ ഇസ്മായിലിൻ്റെയും അബൂബക്കറിൻ്റെയും ആമിനിയുടെയും ആയിഷയുടെയും മക്കളായി ഇങ്ങനെ ജനിച്ച് വരുമ്പോൾ തന്നെ അൽഫിന് ഫത്തേ ആ, ബാക്ക് ഫത്തേ ബാ, സാക്ക് ഫത്തേ സാ, ഇതിങ്ങനെ കുറച്ച് അത്തയ്യാത്തും ഇതെല്ലാം പിന്നെ ചെറിയ പ്രായത്തിൽ 5ാം ക്ലാസ്സോടുകൂടി ഹൈദ് നിഫാസ് ഇതെല്ലാം കൂടി പഠിച്ച് എല്ലാം കൂടി തീർന്ന അവസാനം പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി പഠിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പറയാൻ ചോദിച്ചാൽ ഒന്നും കിട്ടുക, അന്നേരം പഠിച്ച് തീർന്നു ചെയ്യുന്നു. അതുകൊണ്ട് അതല്ല, ഇപ്പോഴാണ് അത് പഠിക്കേണ്ടത്. പഠിക്കേണ്ട പ്രായത്തിലെത്തിക്കാൻ നമ്മൾ പഠിക്കാൻ തുടങ്ങുക. ഇപ്പോൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഖുർആൻ അത് ലഭിച്ചത് ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കുക. ഇത് ലഭിക്കാത്ത ആളുകൾ ഒരുപാട് ലോകത്തുണ്ട് എന്ന് കണക്കാക്കുക. ലഭിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ, അവർ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ, അവരുടെ ഹൃദയങ്ങളിൽ മൂടിയിട്ടിരിക്കുകയാണോ എന്നാ ഖുർആന്റെ ചോദ്യം. ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ, എന്താ സാധനം? ഈ സാധനം ഖുർആനായിട്ട് ഇങ്ങനെ ഉദ്ധരിച്ച് കഴിഞ്ഞാൽ സാധാരണ പലപ്പോഴും പറയാറുണ്ട്, നെല്ലിക്ക തിന്നാൽ കുറെ കഴിഞ്ഞാൽ മധുരം ഉണ്ടാവില്ല, ചവച്ചോണ്ടേയിരിക്കില്ല. ചില ആളുകൾ ഒയലിച്ച മിഠായി എന്നാ പറയാ, ഇല്ല എന്ത് ഒയന്ന മിഠായി, അതിന്റെ പേരെന്നെ ഒയലിച്ചാന്നാ. അതിങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ കുറെ ഓയിൽ തന്നെ, വേറെന്താ മാർഗം? കടിച്ചു കഴിഞ്ഞാൽ കുറെ ഓയില. അപ്പോൾ ഇത് ഖുർആൻ എന്ന് കേട്ടാൽ അത് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ ആ ഖുർആൻ മനസ്സിലാക്കുവാൻ, വീണ്ടും മനസ്സിലാക്കുവാൻ, അതിന് വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അള്ളാഹുവിന്റെ കലാമാണെന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് നാളെ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു ഘടകമായി ഖുർആൻ മാറണമെങ്കിൽ ഖുർആനിനെ പരിഗണിച്ചേ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഖുർആനിന്റെ അനുചരന്മാരായി വക്താക്കളായി മാറിക്കഴിഞ്ഞാൽ അവന് നാളെ ഖുർആനിന്റെ ശുപാർശ അള്ളാഹുവിന് അനുമതി ഉണ്ടെങ്കിൽ കിട്ടും. അതുകൊണ്ട് അത്തരം ശുപാർശ ലഭിക്കുന്ന മുത്തക്കിങ്ങളിൽ പെടുവാൻ നാം എപ്പോഴും സന്നദ്ധരാവുക. അള്ളാഹുവിന്റെ കലാമാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അതിന് വേണ്ട ഗാംഭീര്യം നൽകിക്കൊണ്ട് അത് പഠിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുക. തീർത്ത് പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അത് പാരായണം ചെയ്യുന്ന അവസ്ഥയിലെങ്കിലും നാം അത് ചെയ്യാൻ സാധിക്കുക. വൈദാ ഖുറിയൽ ഖുർആൻ ഫസ്തമിഉ ലഹു വൻസിതു ലഅല്ലക്കും തുർഹമൂൻ, ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നതായാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അടങ്ങിയിരിക്കുകയും ചെയ്യണം എന്ന ഖുർആനിന്റെ കൽപ്പന സൂറത്തു ആറാഫിലെ 204-ാമത്തെ ആയത്തിൽ കാണാം. അതുകൊണ്ട് അത്തരത്തിൽ ഖുർആനിന്റെ വക്താക്കളായി കിട്ടുവാൻ വേണ്ടി സദാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ പരിശ്രമങ്ങളും സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അബദ്ധങ്ങൾ അള്ളാഹു നമുക്കവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വരാനിരിക്കുന്ന നാളുകളിൽ മരണം വരെ അബദ്ധങ്ങളില്ലാതെ ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ജ്യേഷ്ഠ സഹോദരങ്ങൾ, വിശ്വാസിനികൾ എന്നിവർക്കെല്ലാം അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം അവരെയും നമ്മയും അള്ളാഹുവിന്റെ പരിപാവനമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുക ചെയ്യുമാറാകട്ടെ. ഭയാനകമായ നരകത്തെ തൊട്ട് അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖബറിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെടുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കുവാനും സ്വർഗം കൊണ്ട് സ്വാഗതം മോദി മരിപ്പിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ സൂക്ഷ്മാലുക്കളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ മാസത്തിന് സമ്പൂർണ്ണ ചൈതന്യം ആസ്വദിക്കുന്ന മുത്തഖീങ്ങളിൽ മുവഹ്ഹിദുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കലിമ ചൊല്ലി മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ കൃത്യമായി മുറുകെ പിടിക്കുവാനും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാനും ആരുടെയും ആക്ഷേപത്തെ വകവെക്കാതിരിക്കുവാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഇവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹു നൽകിയ സന്താനങ്ങളെ സ്വാലിഹീങ്ങളെ സന്താനങ്ങളാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും അല്ലെങ്കിലും നമ്മെ ഓർക്കുകയും നമുക്ക് വേണ്ടി അവർ എല്ലാ സന്ദർഭത്തിലും പ്രാർത്ഥിക്കുന്ന മുത്തഖീങ്ങളിൽ മുവഹ്ഹിദുകളിൽ മുസ്ലിഹീങ്ങളിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകുവാനുള്ള തൗഫീഖും ആഫിയത്തും സൗഭാഗ്യവും അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين فانصرنا يا خير الناصرين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.